Hi dear friends, welcome to the video. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യമാണ്. മീൻസ് 6 മുതൽ അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ പറയുന്നത് നോക്കിക്കോളൂ, 5 മുതൽ 6 മുതൽ അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. 6ാമത്തെ ചാപ്റ്റർ ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അല്ലെ? അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമുക്ക് അറിയണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്തു കൊടുക്കേണ്ട അല്ലെങ്കിൽ ബിസിനസിന്റെ ഉത്തരവാദിത്തങ്ങൾ, ആർക്ക്? സമൂഹത്തിന് ചെയ്തു കൊടുക്കേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ബിസിനസ് ചെയ്തു കൊടുക്കേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ ആരോട് ചെയ്തു കൊടുക്കണം? ഇൻവെസ്റ്റേഴ്സിന് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഓണേഴ്സിന് ചെയ്തു കൊടുക്കണം, അതുപോലെ സൊസൈറ്റിക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ബിസിനസിന്റെ ഓണേഴ്സിന് ചെയ്തു കൊടുക്കേണ്ടത്, എംപ്ലോയീസിന് ചെയ്തു കൊടുക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോ കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിൽ? ഒന്ന് എന്താണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഫ്രീ ആക്കുക, ദാറ്റ് മീൻസ് പൊല്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എന്താ, നല്ല വേജസ് കൊടുക്കുക ആർക്ക്? വർക്കേഴ്സിന്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുക. ഇതൊക്കെ ഒരു ബിസിനസ് സൊസൈറ്റിയോട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതില് ആൻസർ എന്താണ്? ആൾ ഓഫ് ദിസ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. അറ്റ്ലീസ്റ്റ് ഈ 3 പഠിച്ചു വെക്കുക. എന്താണ് ഒരു സൊസൈറ്റി ബിസിനസ്സിനുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റും ഈ 3. പിന്നെ നെക്സ്റ്റ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി കനോട്ട് ബി ഫോംഡ് വിത്തൗട്ട്. ഈ പറയുന്ന ഡോക്യുമെന്റുകൾ ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഏതൊക്കെ ഡോക്യുമെന്റ് ആണ്? ഒരു കമ്പനി ഫോർമേഷൻ എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അത് ഏകദേശം 4 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം. അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് കമ്പനിന്റെ 4 സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഒന്ന് പ്രൊമോഷന്, ഇൻകോർപ്പറേഷന്, അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അപ്പൊ ഇതില് ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് അത് ചെയ്യാന്ന് വെച്ചാൽ, ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിനെക്കുറിച്ച് പഠനം നടത്തുക, കമ്പനിയുടെ പേര്, അതുപോലെ തന്നെ പ്രിലിമിനറി ഡോക്യുമെന്റുകൾ സെറ്റ് ചെയ്യണം. ഏതൊക്കെയാ പ്രിലിമിനറി ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതുപോലെ തന്നെ പ്രോസ്പെക്ടസ്, അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ്, ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ റിട്ടൺ കൺസൾട്ട് ഓഫ് ഡയറക്ടേഴ്സ്, സ്റ്റേറ്റ്മെന്റ് അതോറിറ്റി ഓഫ് ക്യാപിറ്റൽ, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ. ഇങ്ങനെ കുറെ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റുകൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഇത് ആരെടുത്ത് കൊടുക്കും? നമ്മളെ കമ്പനി രജിസ്ട്രാർ എടുത്ത് സബ്മിറ്റ് ചെയ്യും. പറയുന്ന ഡോക്യുമെന്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് കമ്പനി രജിസ്ട്രാർ എടുത്ത് കൊടുക്കും, ഇൻക്ലൂഡിങ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് അടക്കം. അത് രജിസ്ട്രാർ സ്ക്രൂട്ടനൈസ് ചെയ്തതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? രജിസ്ട്രാർ കമ്പനിയുടെ പേര് എന്ത് ചെയ്യും? എവിടെ എഴുതും? കമ്പനി രജിസ്റ്ററിൽ എഴുതി ചേർക്കും. കമ്പനി രജിസ്റ്ററിൽ എഴുതി ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കമ്പനി രജിസ്റ്ററിൽ എന്ത് ചെയ്യും? ഒരു നമ്പർ തരും നമുക്ക്, കമ്പനിയുടെ നമ്പർ. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ. ദാറ്റ് മീൻസ് CIN ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? CIN, അല്ലെ? CIN ദാറ്റ് മീൻസ് എന്താണ്? കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ആണ്. ഈ നമ്പർ ഇട്ടിട്ട് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ആ കമ്പനി നിലവിൽ വന്നു എന്നാണ് അർത്ഥം. അതായത് കമ്പനി നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തു, കമ്പനി ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു എന്നർത്ഥം. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനി രജിസ്റ്റർ ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം. നിയമപരമായിട്ട് രജിസ്ട്രേഷൻ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് നമ്മൾ പറയുക. ഓക്കെ, അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കമ്പനി ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞാൽ പബ്ലിക് കമ്പനിയാണ്. ശരിക്ക് ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങാം. പക്ഷെ പബ്ലിക് കമ്പനി അങ്ങനെയല്ല. പബ്ലിക് കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്തും കൂടി വേണം? ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന, അതുപോലെ തന്നെ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മാത്രം കിട്ടിയാൽ പോരാ, എന്തും കൂടി കിട്ടണം?
എന്തുകൂടി കിട്ടണം, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനും കൂടി കിട്ടണം. അപ്പൊ ഈ കമൻസ്മെന്റ് ഓഫ് ഈ പറയുന്ന എന്താ പറയാ പ്രൊമോഷന് അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും ആർക്ക് മതി? പ്രൈവറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആർക്ക് തുടങ്ങാം? പ്രൈവറ്റ് കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ആണ് എന്ത്? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനിന്റെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇനി എങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർ അതും കൂടി നോക്കുക. ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കാം വേണമെങ്കിൽ ഏതിനാ? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് കമ്പനി, ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് കമ്പനി എന്നും നമുക്ക് ആരെ വിളിക്കാം? ആരെ വിളിക്കാം? ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്. പബ്ലിക് കമ്പനി ആണെങ്കിൽ പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഈ രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് കമ്പനിക്ക് എന്തും കൂടി പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഷെയറും ഡിബഞ്ചറൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും, ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പബ്ലിക് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പബ്ലിക്കിന് മെമ്മറാണ്ടം അസോസിയേഷനും പാർട്ടിക്കിൾസ് അസോസിയേഷനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും പബ്ലിക്കിന്. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക് എന്ത് ചെയ്യും? ചിലപ്പം എന്ത് ചെയ്യും? മിനിമം സബ്സ്ക്രിപ്ഷൻ വാങ്ങിയാൽ, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ മിനിമം ക്യാപിറ്റൽ എങ്കിലും ആര് വാങ്ങിയിരിക്കണം? പബ്ലിക് വാങ്ങിയിരിക്കണം. ദ മിനിമം ക്യാപിറ്റൽ ദാറ്റ് ഷുഡ് ബി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്, ദാറ്റ് ഈസ് കാൾഡ് മിനിമം സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മിനിമം ക്യാപിറ്റൽ. മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിക്ക് അതായത് പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യാം? കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടും കൂടി എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പബ്ലിക് കമ്പനി തുടങ്ങാൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ എന്ത് മാത്രം കിട്ടിയാൽ മതി? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മതി. പക്ഷെ പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും വേണം, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്സും വേണം, എങ്കിലേ ബിസിനസ്. അപ്പൊ ഇത് ഈ നാല് സ്റ്റെപ്പാണ് ഒരു കമ്പനി ഫോർമേഷൻ ഉള്ളത്. അപ്പൊ അതില് ആ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പൊ ഈ കമ്പനി ഫോർമേഷന് നിർബന്ധമായിട്ടും കമ്പനി രൂപീകരിക്കണമെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റിൽ നിർബന്ധമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഏത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും പ്രോസ്പെക്ടസും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ആൾ ഓഫ് ദിസ്, ആൾ ഓഫ് ദിസ്, ആൾ ഓഫ് ദിസ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത് സോഴ്സ് ഓഫ് ഫിനാൻസ് ഹാവിംഗ് നോ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. സോഴ്സ് ഓഫ് ഫിനാൻസ്. ഓക്കെ, സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ഓക്കെ, സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ നിങ്ങൾ നോക്കേണ്ട കേസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് ആണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് വേണ്ട ഫിനാൻസിനെ നമ്മൾ എന്തെന്ന് പറയും? ബിസിനസ് ഫിനാൻസ് എന്ന് പറയും. ഓക്കെ, ബിസിനസ് ഫിനാൻസിന്റെ സോഴ്സ് ഓഫ് ഫണ്ടിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു ഓൺ ദ ബേസ് ഓഫ് പീരീഡ്, ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസ് ഓഫ് സോഴ്സ് ഓഫ് ഓപ്പറേഷൻ, അല്ലെ? സോഴ്സ് ഓഫ് ജനറേഷൻ. അതിൽ ഓൺ ദ ബേസ് ഓഫ് പീരീഡ് ആണെങ്കിൽ ലോങ് ടേം, മീഡിയം ടേം, ഷോർട്ട് ടേം ഉണ്ട്. ലോങ് ടേം ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ, റിട്ടേൺ ഏർണിംഗ്സ്, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലോൺ ഫ്രം ബാങ്ക്. മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേം എന്ന് പറയുന്നത് 5 കൂടുതൽ കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് നമുക്ക് ഫണ്ട് അവൈലബിൾ ആവുന്ന. മീഡിയം ടേം എന്ന് പറഞ്ഞാൽ 1 to 3, 1 കൊല്ലം മുതൽ 3 കൊല്ലം വരെ നമുക്ക് അവൈലബിൾ ആവുന്ന ഫണ്ടാണെന്ന് പറയുന്നത് മീഡിയം ടേമിൽ വരിക. അതേതാണ്? ലോൺ ഫ്രം ബാങ്ക്, പബ്ലിക് ഡെപ്പോസിറ്റ്, ലീസ് ഫ്രം ഫിനാൻസിങ്. ഒരു ഷോർട്ട് ടേം എന്ന് പറഞ്ഞ എന്താണ്? ഓക്കെ, ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ 1 കൊല്ലത്തിന് താഴെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആ ഫണ്ട് അവൈലബിൾ ആവത്തുള്ളൂ. അതാണ് ട്രേഡ് ക്രെഡിറ്റ്, അതായത് ക്രെഡിറ്റേഴ്സ്, അതുപോലെ ഫാക്ടറിങ്, കൊമേഴ്ഷ്യൽ പേപ്പർ, കൊമേഴ്ഷ്യൽ ബില്ല്, അതുപോലെ ഷോർട്ട് ടേം ലോണുകൾ ഉണ്ടാവും ബാങ്കിന്റെ അടുത്ത് നിന്ന് തരുന്നത്. ഇതാണ് പീരീഡിനെ ബേസ് ചെയ്തിട്ട്. പീരീഡിനെ ബേസ് ചെയ്തിട്ട് 3 എണ്ണം ഉണ്ട്: ലോങ് ടേം, മീഡിയം ടേം, ഷോർട്ട് ടേം. ഓക്കെ, ഇനി വേറെ സോഴ്സുകൾ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് കിട്ടുക എന്ന് ചോദിച്ചാൽ, ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫണ്ട് കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണ്? ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും. ഓണേഴ്സ് ഫണ്ടിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി. പിന്നെ ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് എന്നും പറയും. ഓക്കെ, അപ്പൊ ഓണേഴ്സ് ഫണ്ട് ഏതൊക്കെയാണ്? ഇക്വിറ്റി, ഷെയർ, അതുപോലെ റീറ്റേൺ ഏർണിംഗ്സ്. എന്താണ് റീറ്റേൺ ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ? നെറ്റ് പ്രോഫിറ്റ് ആണ്. ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ ഒരു വീതം മാറ്റി വെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിട്ടേൺ, റിസർവ് എന്നും പറയാം. ഓക്കെ, അതുപോലെ തന്നെ എന്താ? ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ പുറത്തുനിന്ന് നമ്മൾ കടം വാങ്ങുന്നത്, അതായത് ഡിബഞ്ചർ, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് ഡെപ്പോസിറ്റ്, ലീസ് ഫിനാൻസിങ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇതൊക്കെ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് പുറത്തുനിന്ന് വാങ്ങുന്നതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ബോറോഡ് ഫണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ഓണേഴ്സ് ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ടും ഉണ്ട്. ഓക്കെ, ഇനി നമ്മളോട് പഠിക്കുന്ന ഓൺ ദ ബേസ് ഓഫ് ജനറേഷൻ ആണ്. അതായത് ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും. നമ്മളെ ബിസിനസിന്റെ ഉള്ളിൽ നിന്ന്, അതുപോലെ ബിസിനസിന്റെ പുറത്തുനിന്ന്. ബിസിനസിന്റെ ഉള്ളിൽ നിന്ന് രണ്ട് ഫണ്ടുള്ളൂ: ഇക്വിറ്റി ഷെയർ, അതുപോലെ റീറ്റെയിൻ ഏർണിംഗ്സ്. ഇത് രണ്ടും ബിസിനസിന്റെ സ്വന്തം ഫണ്ടാണ്. ഓക്കെ, ഇന്റേണൽ ഫണ്ടാണ്.
രണ്ടാമത്തത് എക്സ്റ്റേണൽ ഫണ്ടാണ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, മറ്റുള്ള ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നത്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതുപോലെ പബ്ലിക് ഡെപ്പോസിറ്റ്, ലീസിങ്, ഫാക്ടറിങ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രേഡ് ക്രെഡിറ്റ്, എന്തും പുറത്തുനിന്ന് വാങ്ങുന്ന എന്തും എന്ന് വേണമെങ്കിൽ പറയാം. So you got it. Okay. Then ഇത് നമ്മൾ പറയുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാനിപ്പോ ഏകദേശം എന്ത് പറഞ്ഞു? സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ ഒരു സമ്മറി ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. എന്താ ചോദിച്ചത്? സോഴ്സ് ഓഫ് ഫിനാൻസ് ഹാവിംഗ് നോ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, അതായത് നമുക്ക് കോസ്റ്റ് വരാത്ത ഒരു ഫിനാൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ പറയാൻ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ അത് ഷെയർ ഇഷ്യൂ ചെയ്യാനും അത് പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, നമുക്ക് പ്രോസ്പെക്ടസും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കളക്ട് ചെയ്യാനും നമുക്ക് എക്സ്പെൻസ് വരും. പ്രിഫറൻസ് എക്സ്പെൻസ് ആണെങ്കിൽ, പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും പറ്റും. പബ്ലിക് ഡെപ്പോസിറ്റ് ആണെങ്കിലും എന്ത് വേണം, അതിന് അഡ്വർടൈസ്മെന്റും ബാങ്കിനും ഇതിനൊക്കെ കമ്മീഷനൊക്കെ കൊടുക്കണം. പക്ഷേ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസിന്റെ ഉള്ളിലുള്ള ഷെയർ, പ്രോഫിറ്റിന്റെ ഒരു ഭാഗം മാറ്റി വെച്ചാൽ അത് എടുക്കാമെന്ന് നമുക്ക് എന്ത് വരുന്നില്ല, കോസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഇല്ലാത്തത്. അപ്പൊ സോഴ്സ് ഓഫ് ഫിനാൻസ് കോസ്റ്റ് ഇല്ലാത്തൊരു കോസ്റ്റ്, എന്താ പറയാ, സോഴ്സ് ഓഫ് ഫിനാൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ധൈര്യത്തിൽ പറയാം എന്താ? റിസർവ് ആൻഡ് സർപ്ലസ്, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? റീടൈൻഡ് ഏർണിങ്സ്. എന്താണ് റീടൈൻഡ് ഏർണിങ്സ്? അല്ലെങ്കിൽ എന്താ പറയാ, ഇൻഡിവിസിബിൾ പ്രോഫിറ്റ് എന്നൊക്കെ പറയാട്ടോ. ഇൻഡിവിസിബിൾ, ഡിവൈഡ് ചെയ്യാത്ത പ്രോഫിറ്റ്. ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റാത്ത പ്രോഫിറ്റ്, ഡിവിഡൻഡ് അതായിട്ട് കൊടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രോഫിറ്റ്. അപ്പോൾ കോമൺലി നെറ്റ് പ്രോഫിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു വീതമാണ് റിസർവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെയിം ദ ടൈപ്പ് ഓഫ് ഡിബഞ്ചർ. നെയിം ദ ടൈപ്പ് ഓഫ് ഡിബഞ്ചർ. നെയിം ദ ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് that can be changed into the share of the company. ഷെയർസ്, ഒരു കമ്പനിയുടെ ഷെയറിലേക്ക്, അതായത് പ്രിഫറൻസ് ഷെയറോ ഇക്വിറ്റി ഷെയറോ ഏത് ഷെയർ ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഷെയറിലേക്ക് മാറ്റാൻ പറ്റുന്ന ഡിബഞ്ചേഴ്സ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിബഞ്ചർ ഏതൊക്കെയാ നോക്കണം. ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ഏതൊക്കെയാ നോക്കണം. ടൈപ്പ് ഓഫ് ഡിബഞ്ചർ പറയുന്നതിന് മുമ്പ് ഏത് പറയാം? ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് പറയാം. ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ നോക്കാം. പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഞാൻ ജസ്റ്റ് പറയാം. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ, പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്, പ്രിഫറൻസ് ഷെയറിന് രണ്ട് പ്രിഫറൻസുകൾ ഉണ്ട്. എന്ത്? പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയറും ഉണ്ട്, പ്രിഫറൻസ് ഷെയറും ഉണ്ട്. പ്രിഫറൻസ് ഷെയറിന് എന്താ പ്രത്യേകത? പ്രിഫറൻസ് ഷെയറിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് പ്രിഫറൻസ് ഉണ്ട്. അതായത് ഇക്വിറ്റി, എന്താ പറയാ, ആ ഈ ഷെയർ നമ്മൾ കളക്ട് ചെയ്ത ഷെയർ നമ്മൾ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുന്നത് ആദ്യം കൊടുക്കേണ്ടത് ആർക്കാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് the preference shareholders have the preference to get the repayment of share. ഷെയർ തിരിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ആർക്ക് കൊടുക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. രണ്ടാമത് ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ ഒരു വീതം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും. ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത് ആദ്യം ആർക്ക് കൊടുക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാം. അങ്ങനെ രണ്ട്, they have two preference. The preference shareholders have two preference. One is to get the share, and one is to get the dividend, and second one is to get the repayment of share, repayment of capital അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ. ഇത് രണ്ടുമാണ് രണ്ട് പ്രിഫറൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടി. പ്രിഫറൻസ് ഷെയറിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഇനി പ്രിഫറൻസ് ഷെയർ ഏതൊക്കെയാണെന്നൊക്കെ പറയണം നമ്മൾ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് നമ്മൾ പറയണം. ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയറിൽ പ്രധാനമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഒന്ന്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ സാധാരണ കൊല്ലം എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റിന്റെ ഒരു വീതം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. ഫിക്സ്ഡ് പെർസെന്റേജ് ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം.
അപ്പൊ ഈ പ്രിഫറൻസ് ഫിക്സ്ഡ് പെർസെന്റേജ് സർപ്ലസ് കൊടുക്കുന്നതിന് പകരം ഷെയർ അതായത് പ്രോഫിറ്റ് കൊടുക്കുന്നതിന് പകരം എക്സ്ട്രാ നമ്മൾ എന്തും കൂടി കൊടുക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു കൊല്ലം നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ആ കൊല്ലം നമ്മൾ എന്ത് ചെയ്യൂല, ചിലപ്പം പ്രോഫിറ്റ് കൊടുക്കൂല. അങ്ങനെ കൊടുക്കാത്തത് ഉണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ കൊല്ലം കൊടുക്കാത്തത് ഉണ്ട്, ഇപ്രാവശ്യം കൊടുക്കാനും ഇപ്രാവശ്യത്തെ പ്രോഫിറ്റിന്റെ കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കഴിഞ്ഞ കൊല്ലത്തും കൂടി നമുക്ക് എന്ത് ചെയ്യാം, കിട്ടാൻ അധികാരമുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. അതായത് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈവൻ ഇഫ് ദ കമ്പനി ഡസ് നോട്ട് ഡിക്ലെയർ ദ ഡിവിഡൻഡ്. ഫിക്സ്ഡ് പെർസെന്റേജ് ഡിവിഡൻഡ് കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിലും കൊടുക്കണം എന്നർത്ഥം. അറിയർ ഡിവിഡൻഡ് വിൽ ബി ക്യുമുലേറ്റ് till the fully paid. അതായത് കഴിഞ്ഞ കൊല്ലം കൊടുക്കാനുണ്ടെങ്കിൽ അത് ഫുള്ള് കൊടുക്കുന്നത് വരെ എന്ത് ചെയ്യണം, കൊടുക്കണം എന്നർത്ഥം. കഴിഞ്ഞ കൊല്ലം കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുക്കണം, അരിയർ ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കണം. അരിയർ മീൻസ് മുന്നേ കൊടുക്കാനുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിലോ എന്ത് മാത്രമേ കിട്ടുള്ളൂ, only the dividend for that year. അരിയർ ഉണ്ടെങ്കിൽ കിട്ടില്ല. ഇനി പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാല് നോർമൽ ഡിവിഡൻഡ് കിട്ടുകയും ചെയ്യും, അതിന് പുറമെ എന്തും കൂടി കിട്ടും, ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടും, അതിന്റെ പുറമെ പ്രോഫിറ്റ് ഉണ്ട്, കമ്പനിയുടെ സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വീതം കൂടി കിട്ടും, എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടും. കാരണം അവർ വർക്കിംഗ് ആണ്. ഈ കാരണം നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണെങ്കിൽ അവർക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ, only they have no right to share the surplus profit. സർപ്ലസ് പ്രോഫിറ്റ് കിട്ടത്തില്ല, സർപ്ലസ് പ്രോഫിറ്റ് കിട്ടില്ല. എന്ത് മാത്രമേ കിട്ടുള്ളൂ, only the എന്ത് മാത്രമേ കിട്ടുള്ളൂ, ആ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ. ഇനി കൺവേർട്ടബിൾ ആണ് നോൺ കൺവേർട്ടബിൾ. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ, പ്രിഫറൻസ് ഷെയറിനെ എങ്ങോട്ട് മാറ്റാം, ഇക്വിറ്റി ഷെയറിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഷെയർ ആണ് എന്തെന്ന് പറയുന്നത് കൺവേർട്ടബിൾ. നോൺ കൺവേർട്ടബിൾ ആണെങ്കിലോ ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇനി ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സിലേക്ക് വരാം. എന്താണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്? സിമ്പിൾ ഉണ്ട്, സെക്യൂർഡ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അൺസെക്യൂർഡ്, സെക്യൂർഡ്. അൺസെക്യൂർഡ് ഡിബഞ്ചർ ആണെന്നുണ്ടെങ്കിൽ അതിലെന്തില്ല, ലെസ് വിത്തൗട്ട് ദ ചാർജ് ഓൺ ദ അസറ്റ് ഓഫ് ദ കമ്പനി. അതായത് സെക്യൂരിറ്റി ആയിട്ട് വെക്കണ്ട, അതായത് ആ ഡിബഞ്ചറും എന്തില്ല, സെക്യൂരിറ്റി ആയിട്ട് ബിസിനസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടില്ല. സെക്യൂർഡ് ഡിബഞ്ചർ ആണെങ്കിലോ ഏതെങ്കിലും പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിബഞ്ചർ പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന കേസ്. ഓക്കെ, അതായത് പണയമാണെങ്കിൽ സെക്യൂർഡ് ആണ്, പണയം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ എന്താണ്, അൺസെക്യൂർഡ് ആണ്. ഇനി ബിയറ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, ഡിബഞ്ചർ എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. എന്ത്, വിത്തൗട്ട് ദ നെയിം ഓഫ് ഓണർ ഈസ്, ഒരാളെ പേരില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിന്റെ കയ്യിൽ എന്റെ കമ്പനിയുടെ ഒരു 10,000 ഷെയർ ഉണ്ടെങ്കിൽ, 10,000 ഡിബഞ്ചർ ഉണ്ടെങ്കിൽ, അത് ഞാൻ കമ്പനി അറിയാത്ത എന്ത് ചെയ്യാം, നിനക്ക് വേറൊരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ട്രാൻസ്ഫറബിൾ ആണ്, ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഡിബഞ്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ബിയറ ഡിബഞ്ചർ. അപ്പൊ നോൺ ബിയർ ആണെങ്കിൽ രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, അത് കമ്പനി അറിയാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ഒരാളെ പേരിൽ നിന്ന് ഒരാളെ പേരിലേക്ക് മാറ്റാൻ പറ്റില്ല. ഇനി കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, they are convertible into equity share after a specified period. ഒരു സ്പെസിഫൈഡ് പീരീഡിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി ഷെയറിലേക്ക് മാറ്റാൻ പറ്റുന്ന ഡിബഞ്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്, കൺവേർട്ടബിൾ ഡിബഞ്ചർ. അപ്പൊ നോൺ കൺവേർട്ടബിൾ ആണെങ്കിലോ മാറ്റാൻ പറ്റൂല, ഷെയർക്ക് മാറ്റാൻ പറ്റൂല. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനും അത് തന്നെയല്ലേ. ഓക്കെ, പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിബഞ്ചർ. ഡിബഞ്ചർ ദാറ്റ് ആർ റീപെയ്ഡ് ബിഫോർ അതർ ഡിബഞ്ചർ ആർ പെയ്ഡ്. അതായത് മറ്റു ഡിബഞ്ചർ ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യണം, ഈ ഡിബഞ്ചർ കൊടുക്കണം. അതാണ്, അതായത് മുൻഗണന ഉള്ള ഡിബഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വേറെ ഒന്നും കൂടി ഉണ്ട്, ZID, അതായത് സീറോ ഇൻട്രസ്റ്റ് ഡിബഞ്ചർ. ഓക്കെ, ഈ ഇൻട്രസ്റ്റ്മെന്റ് പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ നോർമലി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. അതായത് ഇൻട്രസ്റ്റ്, സാധാരണ ഡിബഞ്ചറും എന്ത് ചെയ്യും, കൊല്ലം ഇൻട്രസ്റ്റ് കൊടുക്കും. ഇവരെന്ത് ചെയ്യൂല, ഇൻട്രസ്റ്റ് കൊല്ലം കൊടുക്കൂല. പക്ഷെ എന്ത് ചെയ്യും, 9 രൂപക്ക് ഡിബഞ്ചർ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എത്ര കൊടുക്കും, 10 കൊടുക്കും. അതായത് വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടിന് വാങ്ങും, തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഫുള്ള് കൊടുക്കുക. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, സീറോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഇല്ല, എന്താ ഉള്ളത്, ഡിസ്കൗണ്ട് ആണ്. എന്താണ്, ഡിസ്കൗണ്ടിന് വാങ്ങും. This is debenture not carry interest. The difference between the face value of debenture and the is purchasing price returned to the investor. അതായത് വാങ്ങുമ്പോൾ കുറച്ച് വാങ്ങിയിട്ട് എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഫേസ് വാല്യൂല് കൊടുക്കും. 10 രൂപയുടെ സാധനം 9 രൂപക്ക് വാങ്ങും, തിരിച്ചു കൊടുക്കുമ്പോൾ എത്ര കൊടുക്കും, 10 കൊടുക്കും എന്നർത്ഥം. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഡിബഞ്ചറിന്റെ നോർമൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. ചിലപ്പോൾ 90 രൂപക്ക് വാങ്ങിയിട്ട് 100 രൂപ തിരിച്ചു കൊടുക്കുന്ന കേസാണ്. അപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്,
ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ ഒന്നിച്ചേ കൊടുക്കുള്ളൂ, തിരിച്ചു കൊടുക്കുമ്പോഴേ ഒന്നിച്ച് കൊടുക്കത്തുള്ളൂ. അതാണ് സെഡ്, സീറോ ഇൻട്രസ്റ്റ് റേറ്റ് ഡിബഞ്ചർ, ZID എന്നായിരിക്കും ചിലപ്പം വരിക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, ഷെയറിന്റെ ഡിബഞ്ചറും ടൈപ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മോട് ചോദിച്ചത് എന്താണ്, ഷെയറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചർ ഏതാണെന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം കൺവേർട്ടബിൾ ഡിബഞ്ചർ. ഇനി വേറെന്താ പറയുന്നത്, waste water from the factory into treat is not to be treated but draw to the nearby river, which source of drinking water for local people. ജനങ്ങളെ ഇത്രേ ഉള്ളൂ, ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലം എങ്ങോട്ട് വിടുക, പരിസരവാസികളുടെ കുടിവെള്ള സ്രോതസ്സായ പുഴയിലേക്ക് ഒഴുക്കി വിടുക. ഇതിനോട് നിങ്ങൾ പ്രതികരിക്കുന്നത് എന്താ, ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അത് വേസ്റ്റേജ് ആണ്. അതായത് അയാൾക്ക് എന്തില്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോലും അവരെന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം വിശദീകരിക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അതുപോലെ പൊല്യൂഷൻസ് ഉണ്ടാവുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സൊസൈറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ ആണ്. അപ്പൊ അതിനെതിരെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നും ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓരോരുത്തരോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താ, ആ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് സൊസൈറ്റിയോടുള്ള, പ്രകൃതി സംരക്ഷിക്കുക എന്ന് പറയുന്നത് സൊസൈറ്റിയോടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണല്ലോ, അല്ലേ? ആണോ അല്ലേ? ആണ്. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുക, അതിവിടെ നോട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ റൈറ്റ് ലഘു വിവരണക്കുറിപ്പ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തതിന്റെ 90% എത്രയാണ്, 90% പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിന്റെ 90% എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അങ്ങനെ 90% കളക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ കമ്പനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ദ മിനിമം സബ്സ്ക്രിപ്ഷൻ മീൻസ് ഏത്, ദ മിനിമം ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ക്യാൻ ബി സ്റ്റാർട്ടഡ്. മിനിമം ക്യാപിറ്റൽ ദാറ്റ് ഷുഡ് ബി സബ്സ്ക്രൈബ്ഡ് ഫ്രം ദ പബ്ലിക്. പബ്ലിക്കിന്റെ മിനിമം സബ്സ്ക്രൈബ് ചെയ്യേണ്ട ക്യാപിറ്റൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, മിനിമം സബ്സ്ക്രിപ്ഷൻ. ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാതെ ഒരിക്കലും ഒരു പബ്ലിക് കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല, തുടങ്ങാൻ പറ്റില്ല. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. പബ്ലിക് കമ്പനിക്ക് നിർബന്ധമായിട്ടും പബ്ലിക് കമ്പനി തുടങ്ങണമെങ്കിൽ പബ്ലിക് കമ്പനിക്ക് കിട്ടേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇതെന്ന് പറയുന്നത്, കമൻസ്മെന്റ് ഓഫ് ബിസിനസ് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്സും വേണം ആർക്ക്, പ്രൈവറ്റ് കമ്പനിക്ക്. അത് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്, ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് മതി, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മതി. പക്ഷെ പബ്ലിക് കമ്പനി തുടങ്ങണമെങ്കിൽ ഈ പറയുന്ന രണ്ടും വേണം. അപ്പോ പബ്ലിക് കമ്പനി ക്യാൻ സ്റ്റാർട്ട് ഓൺലി ബൈ ഗെറ്റിംഗ് ദിസ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് പബ്ലിക് കമ്പനിക്ക് വേണ്ട രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് എഴുതുക, പ്രത്യേകം എഴുതുക. ഇനി ലിസ്റ്റ് ഔട്ട് എനി ഫോർ മെറിറ്റ് ഓൺ റീറ്റെയിൻ ഏർണിങ്സ്. റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റിട്ടേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യും, ബിസിനസ്സിൽ ഡിവിഡൻഡ് കൊടുക്കാതെ ബിസിനസ് തന്നെ എന്ത് ചെയ്യും, നിലനിർത്തും. അതിനെയാണ് നമ്മൾ റിസർവ് എന്ന് പറയാം. അതന്നെയാണ് എന്ത്, റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. റിട്ടേൺ ഏർണിങ്സ് കൊണ്ടുള്ള ഗുണം എന്താ, 4 ഗുണം എന്താ, നമുക്ക് ചെലവില്ല. റിട്ടേൺ ഏർണിങ്സ് എപ്പോ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ, എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസിന്റെ ഗ്രോത്ത്, ബിസിനസിന്റെ ഇംപ്രൂവ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ചെലവ് കുറവാണ് എന്നർത്ഥം. ഓക്കെ, അതുപോലെ ടാക്സ് കുറക്കാൻ പറ്റും. റിട്ടേൺ ഏർണിങ്സ് ബിസിനസ്സിൽ റിസർവ് കീപ്പ് ചെയ്ത, ഡിവിഡൻഡ് കൊടുക്കാതെ വെച്ചാൽ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. റിട്ടേൺ ഏർണിങ്സിന്റെ പ്രധാനം പഠിക്കണം. ഓക്കെ, മെറിറ്റ് പഠിക്കണം. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ജീവനക്കാരുടെ വിശ്വാസ്യത ലഭിക്കാൻ ബിസിനസ് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ട സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാന്നുള്ളതാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതിന്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഓക്കെ, പ്രധാനമായിട്ടും 3 ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ 3 നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ. ഇത് പോരാ, ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി വെക്കാൻ പറ്റും, കുറച്ചുകൂടി എക്സ്ട്രാ എഴുതാൻ പറ്റില്ലേ, പറ്റും. ഇനി എന്താ പറയുന്നത്, ലിസ്റ്റ് ഓഫ് ദ മേജർ ഫങ്ഷൻസ് ഓഫ് പെർഫോമൻസ് കമ്പനി പ്രൊമോട്ടർ. കമ്പനി പ്രൊമോട്ടർ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതും ഞാൻ നേരത്തെ പറഞ്ഞു.
കമ്പനി തുടങ്ങുന്നതിന് മുമ്പ്, കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, കമ്പനി നിലവിൽ വരുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, അയാളാണ് എന്ത് ചെയ്യുക, കമ്പനിയുടെ പേര് വാങ്ങുക, അതുപോലെ തന്നെ കമ്പനിയുടെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക. ഓക്കെ, കമ്പനിയുടെ എല്ലാ പ്രാരംഭ ആക്ടിവിറ്റീസും ചെയ്യുന്ന ആരാണ്? പ്രൊമോട്ടറാണ്. അപ്പൊ അതിൽ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്, പ്രൊമോട്ടറുടെ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്, പഠിക്കണം. അതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബെഞ്ചർ. ഷെയറും ഡിബെഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഷെയറും ഡിബെഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിബെഞ്ചർ ആൻഡ് ഷെയർ. ഷെയറിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓണർഷിപ്പ് ക്യാപിറ്റൽ ആണ് ഷെയർ. പക്ഷെ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ബോറോഡ് ക്യാപിറ്റൽ ആണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബിസിനസിന്റെ ഓണേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ്. പക്ഷെ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ആരാണ്? ബിസിനസിന്റെ ക്രെഡിറ്റേഴ്സ് ആണ്. ബിസിനസിന്റെ ക്രെഡിറ്റേഴ്സ് ആണ്. അതുപോലെ വോട്ടിംഗ് റൈറ്റ് ആർക്കുണ്ട്? ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ആർക്കില്ല? ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് എന്തില്ല? വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഓക്കെ, ഡിവിഡൻഡ് ആണ് എന്തിനു കൊടുക്കുക? ഷെയറിന്റെ പാരിതോഷികമായിട്ട് കൊടുക്കാറുള്ളത്. പ്രോഫിറ്റിന്റെ ഒരു വീതം ഡിവിഡൻഡ്. പക്ഷെ ഡിബെഞ്ചറിന് എന്താ കൊടുക്കുക? ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുക. എന്താ കൊടുക്കുക? ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുക. ഓക്കെ, ഇവർക്ക് ഒരു മാനേജ്മെന്റ് കപ്പാസിറ്റിയും ഇല്ല. എന്ത്? ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ആർക്കില്ല? ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഇല്ല. ഓക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഒരു 2-3 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഷുവർ ആണ്, തീർച്ചയായിട്ടും ഗുണം ചെയ്യും കേട്ടോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഗുണം ചെയ്യും എന്ന് പറയാൻ കാരണം. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഗുണം ചെയ്യും. റൈറ്റ്. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ വ്യൂ അബൌട്ട് ദ നീഡ് ഓഫ് പ്രൊവൈഡിങ് സോഷ്യൽ സർവീസ് ബൈ ദ ബിസിനസ് ഫേം. ബിസിനസ് സ്ഥാപനത്തിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതി എന്താണ്? ബിസിനസ് സ്ഥാപനങ്ങൾ സാമൂഹിക സേവനങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുന്നത്. ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ട് ബിസിനസ്, കാരണം സാമൂഹിക പ്രതിബദ്ധതയും അല്ലെങ്കിൽ എന്താ പറയാ ബിസിനസ് എത്തിക്സും ഇല്ലാത്ത ഒരു ബിസിനസ്സും നിലനിൽക്കില്ല. കാരണം അത് അത്രയും പ്രാധാന്യം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആവശ്യം എന്താണ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, നീഡ്സ് ആണ് എഴുതേണ്ടത്. അത് അവിടെ എഴുതി വെക്കുക. പിന്നെന്താണ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 4 സ്റ്റെപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കമ്പനി. കമ്പനിയുടെ 4 സ്റ്റെപ്പുകൾ ഫോർമേഷൻ. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ കാര്യമാണത്. ഒരു കമ്പനി ഫോർമേഷൻ വരുന്നതിന്റെ പ്രൊമോഷന്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? പ്രൊമോഷന്, ഇൻകോർപ്പറേഷന്, അതുപോലെ എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷന്, അതുപോലെ തന്നെ എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അങ്ങനെ 4 സ്റ്റെപ്പ് ഉണ്ട്. എസ് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ, മെമ്മറാണ്ടം അസോസിയേഷനിൽ ഉൾപ്പെടുന്ന ക്ലാസുകൾ. എന്താണ് മെമ്മറാണ്ടം അസോസിയേഷൻ, എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കൂടി നമുക്ക് പറയാം. കാരണം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണത്. എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാവും. എന്തിനെ കുറിച്ച് ചോദിക്കും? ഒന്നുകിൽ മെമ്മറാണ്ടം അസോസിയേഷനെ കുറിച്ചും അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ചും. മെമ്മറാണ്ടം അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്, ഒരു ക്യാരക്ടർ ഓഫ് ഒരു കമ്പനിയുടെ ക്യാരക്ടർ എന്താ? കമ്പനിയുടെ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ് ഏതെന്ന് ചോദിക്കുന്നത്. കമ്പനിയുടെ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ് ആര്? മെമ്മറാണ്ടം അസോസിയേഷന്. അതായത് അതിന്റെ കമ്പനിയുടെ പവർ, അതുപോലെ കമ്പനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിലുണ്ടാവും? മെമ്മറാണ്ടത്തിൽ ഉണ്ടാവും. ഓക്കെ, ഔട്ട്സൈഡ്, അതായത് ഇറ്റ് ഡിറ്റർമൈൻ ദ റിലേഷൻഷിപ്പ് വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. കമ്പനിന്റെ പുറത്തുള്ള ആളുകളും തമ്മിൽ എന്താണ് എക്സ്റ്റേണൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, മെമ്മറാണ്ടം അസോസിയേഷനിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ പറയണം. മെമ്മറാണ്ടം അസോസിയേഷനിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിനോട്, ക്രെഡിറ്റേഴ്സിനോട്, മറ്റുള്ളവരോടൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അതിൽ കുറച്ച് ക്ലോസുകൾ ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെ ക്ലോസുകളാണ്? നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്ട് ക്ലോസ്, അതുപോലെ ലാബിലിറ്റി ക്ലോസ്. ഏതൊക്കെയാണ്? രജിസ്റ്റേർഡ് ക്ലോസ്, ലാബിലിറ്റി ക്ലോസ്, ഇങ്ങനെയുള്ള കുറച്ച് ക്ലോസുകൾ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഓർഗനൈസേഷൻ ഒബ്ജക്ട് ക്ലോസ്, ഇതൊക്കെ അതിൽ പെടുന്നതാണ് മെമ്മറാണ്ടത്തില്. ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞാൽ തന്നെ മതി. ഓക്കെ, ആ ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ മതി. ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മെമ്മറാണ്ടം എന്ന് പറയുന്നത് ഇസ് ഡിഫൈൻഡ് ഒബ്ജക്ട് ഓഫ് ദ കമ്പനിയാണ്. ഒബ്ജക്ട് ഓഫ് ദ കമ്പനി. പിന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാലോ, അത് ശരിക്കും ഇറ്റ്സ് കണ്ടെയ്ൻ റൂൾസ് ആൻഡ് ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റ് ആണ് എന്തിൽ പറയുന്നത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പൊ എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് ഏതിലുള്ളത്? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലുള്ളത്. എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് എന്തിലുള്ളത്? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇന്റേണൽ അഫയേഴ്സ് ആണ് എന്തിലുള്ളത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മാറരുത്.
ഇനി മെയിൻ ഡോക്യുമെന്റ് ആണ്, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ കമ്പനിയുടെ മെയിൻ ഡോക്യുമെന്റ് ആണ് ഏത്? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനീസ് ആക്ട് അനുസരിച്ച്, കമ്പനീസ് ആക്ട് പോലും ഉണ്ടാക്കിയിട്ടുള്ള എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മെമ്മറാണ്ടം ഓഫ്, അതായത് കമ്പനീസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കാറുള്ളത്. സപ്പോ ഇതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണെങ്കിൽ സബ്സിഡറി ഡോക്യുമെന്റ് ആണ് കേട്ടോ, സബ്സിഡറി ഡോക്യുമെന്റ് ആണ്. ഇനി കമ്പനിയും ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള റിലേഷൻ ആണ് എന്തിൽ പറയുന്നത്? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയുന്നത്. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണെങ്കിലോ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഓക്കെ, ഇത് ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ഓഫ് കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. കമ്പനിയും മെമ്പേഴ്സും തമ്മിലുള്ള മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഔട്ട്സൈഡേഴ്സ് ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലോ ഇന്റർണൽ മാറ്റേഴ്സ് അല്ലേ, കമ്പനിയും മെമ്പേഴ്സും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ, കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കമ്പനി പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇൻവാലിഡ് ആവുന്നത്. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഏത് വരെ പോവാം? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും വരെ പോവാം. ദെൻ കമ്പൽസറി ആണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കുക. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കമ്പൽസറി ആണ് ആർക്ക്? അത് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തുണ്ടാക്കിയാലും മതി? എന്തുണ്ടാക്കിയാലും മതി? ടേബിൾ എ ഉണ്ടാക്കിയാൽ മതി. എന്തുണ്ടാക്കിയാൽ മതി? ടേബിൾ എ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പകരം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ടേബിൾ എ. ആരുണ്ടാക്കുക? പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിക്ക് കമ്പൽസറി ആണ് എന്ത്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കുക. ആർട്ടിക്കിൾസ് അസോസിയേഷൻ കമ്പനി ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം എന്തുണ്ടാക്കിയാൽ മതി? ടേബിൾ എ ഉണ്ടാക്കിയാൽ മതി. എന്തുണ്ടാക്കിയാൽ മതി? ടേബിൾ എ. അപ്പൊ ടേബിൾ എ എന്തിനു പകരം ഉണ്ടാക്കുന്നതാണ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പകരം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും തമ്മിലുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ട കാര്യമാണ്. ഡിസ്കസ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ദ സോഴ്സ് ഓഫ് ഫണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? അതായത് എവിടെ നിന്നാണ് ഫണ്ട് കണ്ടെത്തേണ്ടതെന്ന് തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം? ഒന്ന്, കോസ്റ്റ് നോക്കണം, ചെലവ് എത്രയും നോക്കണം. അതുപോലെ തന്നെ എന്താണ്? ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, നമ്മളെ പിന്നെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് നോക്കണം. ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് നോക്കണം. എന്തിനാണ് ഫണ്ട്, എത്ര കാലത്തേക്ക് വേണ്ടി വരും ഫണ്ട്. ഓക്കെ, റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കണം. പ്രോഫിറ്റ് കിട്ടുമോ, റിസ്ക് പ്രോഫിറ്റ് ഓഫ് ഈച്ച് സോഴ്സ്. ഓരോന്നിൽ റിസ്ക് എന്താണ്, ഓരോന്നിൽ കിട്ടുമ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടും. അതുപോലെ ടാക്സ് ബെനിഫിറ്റ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുക? സോഴ്സ് ഓഫ് ഫണ്ട് തീരുമാനിക്കുക. ക്ലിയർ? സോഴ്സ് ഓഫ് ഫണ്ട് തീരുമാനിക്കുന്നത് ഇതൊക്കെ നോക്കിയിട്ടാണ്. ഇനി അടുത്തത് പാർട്ട് ബി. പാർട്ട് ബിയും കൂടി ഞാൻ ജസ്റ്റ് പറയാം. ഓക്കെ, ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകും, ഡീപ്പായിട്ട് പറയുന്നില്ല. എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനം സമീപത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വികസനത്തിനായി 5 ലക്ഷം രൂപ നൽകുന്നു. ഇത് ഏതൊരു സമൂഹം ഉത്തരവാദിത്തമാണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? ഏതാണ്? എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ലീഗൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി. എത്തിക്കൽ ആണോ ലീഗൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. എക്കണോമിക്കൽ റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് ചോദിക്കുന്നത്. എന്താണ്? എക്കണോമിക് അല്ല. ഗവൺമെന്റിന് അതുകൊണ്ട് എന്ത് നേട്ടമുള്ളത്? ഒന്നുമില്ല. ലീഗൽ റെസ്പോൺസിബിലിറ്റി അല്ല, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. എന്താണ്? നെക്സ്റ്റ്, രണ്ടാമത്, ദ പ്രോസ്പെക്ട് ഇഷ്യൂഡ് ബൈ. പ്രോസ്പെക്ട് ഇഷ്യൂഡ് ബൈ. ഒരു പ്രോസ്പെക്ടസ് ഇറക്കുന്ന കമ്പനി ഏതാണ്? പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ? ആരാണ്? പബ്ലിക് കമ്പനിയാണ്. ആരാണ്? പബ്ലിക് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനിയാണോ ഗവൺമെന്റ് കമ്പനിയാണോ? എല്ലാ കമ്പനിയും എന്ത് ഇറക്കേണ്ടി വരും? പ്രോസ്പെക്ടസ് ഇറക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് ഇറക്കേണ്ടി വരും? പ്രോസ്പെക്ടസിന് പകരം പ്രോസ്പെക്ടിംഗ് ലിയോ പ്രോസ്പെക്ടസ് എങ്കിലും ഇറക്കേണ്ടി വരും. അപ്പൊ ആൾ ഓഫ് ദീസ് ആണ്. അപ്പൊ എല്ലാവർക്കും ബാധകമാണെന്ത്? പ്രോസ്പെക്ടസ് അല്ലെ? അതായത് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്ന എല്ലാവർക്കും അല്ലെ? അത് ഗവൺമെന്റ് ആണെങ്കിലും പബ്ലിക് ആണെന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി കമ്പനികളെല്ലാവരും. ഓക്കെ, പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ദ ഷെയർസ്. പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ലെറ്റർ, എല്ലാ കമ്പനിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ്. ഓണർഷിപ്പ് ക്യാപിറ്റലിന്റെ ഭാഗം ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ഉണ്ട്, റിട്ടേൺ ഏർണിംഗ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ടാ? ഇല്ല, പ്രിഫറൻസ് ഷെയർ ഇല്ല കേട്ടോ. ഏതാണ്? റിട്ടേൺ. ഓണേഴ്സ് ക്യാപിറ്റൽ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ ക്ലാസിഫിക്കേഷൻസിൽ, അതിൽ ഏതാണ്? ഇത് രണ്ടുമാണ് വരിക.
ചില ക്വസ്റ്റ്യനിൽ ഏതും വരാറുണ്ട്, ഇതും വരാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഏതൊക്കെ ഉൾപ്പെടുന്നു ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് ഏത് തന്നെയാണ്? ഇവിടെ എല്ലാം എഴുതണം. ആൾ ഓഫ് ദീസ് എന്നാണ് എഴുതേണ്ടത്. കാരണം നോർമൽ കേസിൽ പ്രിഫറൻസ് ഷെയർ വരില്ല, പക്ഷെ എന്നാലും ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് വരും? വരും. അല്ല ഇവിടെ എന്താ ചെയ്ത് നിങ്ങൾ ആൻസർ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആൾ ഓഫ് ദീസ് എഴുതുക. ശരിക്കും ഏതേ വരത്തുള്ളൂ? എയും സിയും, ഇക്വിറ്റി ഷെയറും റിട്ടേൺ ഏർണിങ്സും. കോമൺ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ കാൾഡ് ഓണേഴ്സ്, മാനേജേഴ്സ്, പാർട്ട്നേഴ്സ്, ക്രെഡിറ്റേഴ്സ്. ആരാണ് ഓണേഴ്സ്? ആരാണ്? ഓക്കെ, കമ്പനിയുടെ ഓണേഴ്സ് ആണ് ആര്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ ആരാണ്? അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 4 എക്സാമ്പിൾസ് ഓഫ് സോഷ്യലി ഡിസ്ക്രൈബ്ഡ് പ്രാക്ടീസ്. ചുരുക്കി പറഞ്ഞാൽ ദീർഘകാല അളവിൽ ബിസിനസിന്റെ ലാഭക്ഷമതയും സൽപ്പേരും ഉയർത്തുന്നതിന് ഉപകരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ 4 ഉദാഹരണങ്ങൾ എഴുതും. ബിസിനസിന്റെ ഗുഡ്വില്ലും മറ്റുള്ള കാര്യങ്ങളും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എഴുതിയാൽ മതി. എന്ത് എഴുതിയാൽ മതി? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ബിസിനസ് എത്തിക്സും ഉള്ളത് കൊണ്ട് നമുക്ക് ബിസിനസിന്റെ ഗുഡ്വില്ലും പ്രോഫിറ്റും കൂട്ടാൻ പറ്റും. അപ്പൊ അതാണ് എഴുതേണ്ടത് ഇവിടെ ആൻസർ 8. ഇനി ആറാമത്തത്, ഗിവ് മിനിമം നമ്പർ ഓഫ് പേഴ്സൺ ടു ബി സൈൻഡ് ഇൻ ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മറാണ്ടത്തിൽ എത്ര പേര് എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. മിനിമം ഫോളോയിങ് കേസ്. ഗിവ് മിനിമം നമ്പർ ഓഫ് പേഴ്സൺ. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എത്ര പേര് ഇടണം? എത്ര പേരാ? 3 പേരാ. അല്ല, പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എത്ര പേര് ഇടണം? പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എത്ര പേര് ഇടണം? സൈൻ ചെയ്യേണ്ടത് ആരൊക്കെയാന്ന് ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഡു ദാറ്റ്. ഏതായിരുന്നു? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ എത്ര പേര് സൈൻ ചെയ്യണം? ഓക്കെ, അത് നമുക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിടാം. ഞാൻ കമന്റ് ബോക്സിൽ ഇടാം അത്. ഓക്കെ, 3 ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഏത്? പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ ചെയ്താലും മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ സീരീസ് ബേസ്ഡ് ഓൺ ഗിവൺ ഹിന്റ്സ്. ഷോർട്ട് ടേം ഫിനാൻസ് പീരീഡ് ഓഫ് ലെസ് ദാൻ 1 ഇയർ അല്ലെ? മീഡിയം ആണെങ്കിലോ എന്താണ്? 1 to 3. ഓക്കെ, മോർ ദാൻ 5 ഇയർ അല്ലെ? 5-ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തായി? ലോങ് ടേം ആയി. പറയണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് എട്ടാമത്തെ 1 to 3, 1 മുതൽ 3 വർഷം വരെ. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? എട്ടാമത്തത്, ബിസിനസ് ഓപ്പറേഷൻ ഇൻ ദ സൊസൈറ്റി. There should be a fulfill the obligation of the society. List out the obligation to the society as a whole. ഒരു പൊതു സമൂഹത്തിന് ഉത്തരവാദിത്തങ്ങൾ, സൊസൈറ്റിനോട് ഉള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ, ഒരുപാട് തവണ പറഞ്ഞു, ഇനി പറയണ്ടല്ലോ. മാച്ച് ദ ഫോളോയിങ്. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ടാബിൾ ആൻഡ് ഇഷ്യൂ ഓഫ് ഷെയർ ടു ദ പബ്ലിക്. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലേ? പബ്ലിക് ഡോക്യുമെന്റ് ആ അല്ലേ? പിന്നെ ഏതാ വരുന്നത്? ടേബിൾ എ ഏതാണ്? പ്രോസ്പെക്ടസ് അല്ലേ? ടേബിൾ എ പ്രോസ്പെക്ടസ് ആണ്. ഇഷ്യൂ ഓഫ് ഷെയർ ടു ദ പബ്ലിക്. ഇഷ്യൂ ഓഫ് ഷെയർ ടു ദ പബ്ലിക്. മാറിയില്ലേ? എന്താണ്? യെസ്. ക്ലിയർ. Okay, come to ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. മെമ്മറാണ്ടമോ അസോസിയേഷൻ അല്ലേ?
മെമ്മറാണ്ടം ഓഫ് അസോസിയേഷന്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്, ഇന്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് അല്ല നോക്കിയാൽ മതി. ഇതാ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇന്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട് അല്ലെ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പകരം ഉണ്ടാക്കുന്നത് എന്താണ്? ടേബിൾ എ, ശരിയല്ലേ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇന്റേണൽ റൂൾസ്. ഓക്കെ, ഇനി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. ഓക്കെ, ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോസ്പെക്ടസ് ഉണ്ടാക്കും. എന്ത് ചെയ്യും? ഇഷ്യൂ ഓഫ് ഷെയർ എന്താണ്? പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യണമെങ്കിൽ പ്രോസ്പെക്ടസ് ഉണ്ടാക്കും. ഓക്കെ, അതിലൊന്ന് മിനിമം സബ്സ്ക്രിപ്ഷൻ അല്ലെ, മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇനി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ഇന്റേണൽ ലിമിറ്റ് ഓഫ് ദ കമ്പനിയാണ് അല്ലെ. ഇന്റേണൽ അല്ല, എക്സ്റ്റേണൽ മാറ്റേഴ്സ് ആണ് അതിൽ പറയുന്നത്. കമ്പനിയുടെ ലിമിറ്റ് ആണ് അതിന് പറയുന്നത്. അപ്പൊ കിട്ടിയല്ലോ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, പബ്ലിക് ഡോക്യുമെന്റ്, സ്കോപ്പ് അല്ലെ. ടേബിൾ എ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്, മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്, ഇന്റേണൽ റൂൾസ് ആണ് അതിൽ പറയാം. അപ്പൊ ഇതും പഠിക്കാം കേട്ടോ, കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി അടുത്തത് മെറിറ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ കേട്ടോ. മെറിറ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ നൽകിയിട്ടുള്ളത് ബന്ധപ്പെട്ട അവകാശവാരി മേന്മകൾ ഏതെല്ലാം? അതായത് കമ്പനിക്ക് എന്താണ് ഗുണം, ഇൻവെസ്റ്റേഴ്സിന് എന്താ ഗുണം. ഇക്വിറ്റി ഷെയർ ഇക്വിറ്റി ഷെയർ എന്താന്ന് എഴുതാ, ഇക്വിറ്റി ഷെയറിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എഴുതാ, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് എലമെന്റ് ഓഫ് ദ ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സ്, ബിസിനസിന്റെ സദാചാരത്തിന്റെ വിവിധ ഘടകങ്ങൾ, ബിസിനസ് എത്തിക്സിന്റെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ബിസിനസ് എത്തിക്സ് ഒക്കെ ഒന്ന് തന്നെയാണ്. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുള്ള ഭാഗം തന്നെ എഴുതിയാൽ മതി. ഓക്കെ, വെറുതെ കൂടുതലായിട്ട് എന്ത് ചെയ്യണ്ട, ഒന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഞാനത് പറയണമെങ്കിൽ ഞാൻ പറയുകയും ചെയ്യാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചാപ്റ്റർ നമ്പർ 5 അല്ലെ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചാപ്റ്റർ നമ്പർ 5. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലെ ബിസിനസ് എത്തിക്സിന് ഇത് കൈൻഡ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. ബിസിനസ് എത്തിക്സ്, ബിസിനസ് എത്തിക്സ് എന്താണ്, അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ്, പബ്ലിക്കേഷൻ ഓഫ് കോഡ് ഓഫ് റിട്ടൺ ഫോം, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കംപ്ലൈൻസ് മെക്കാനിസം, ഇൻവോൾവ് എംപ്ലോയി അറ്റ് ആ ലെവൽസ്, മെഷറിംഗ് ദ എൻഡ് റിസൾട്ട് ഓഫ് എത്തിക്കൽ പ്രോഗ്രാംസ്. മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എത്തിക്കൽ ജഡ്ജ്മെന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്താണ് എത്തിക്സ് എന്നും അതുപോലെ തന്നെ എത്തിക്സും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും രണ്ടും ഒരു കോയിന്റെ രണ്ട് വശങ്ങളാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എത്തിക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട് അർത്ഥം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ദ മൊറാലിറ്റി ദാറ്റ് എ ബിസിനസ് ഹൗ ടു ബി ഫോളോ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് മൊറാലിറ്റി, ഒരു ബിസിനസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് മൊറാലിറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത്, എത്തിക്സ് എന്ന് പറയുന്നത്, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എത്തിക്സ് ഇല്ലാത്തടത്ത് എന്തും ഉണ്ടാവില്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത് എന്തും ഉണ്ടാവില്ല, എത്തിക്സും ഉണ്ടാവില്ല. രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അതാണ് അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഞാൻ പറഞ്ഞല്ലോ. ഡിഫറൻസ് മെമ്മറാണ്ടം ആർട്ടിക്കിൾസ് എന്തായാലും പഠിക്കണം കേട്ടോ. രണ്ട് കാര്യമുണ്ട്, മെമ്മറാണ്ടത്തെ കുറിച്ച് ചോദിച്ചാലും എഴുതാം, ആർട്ടിക്കിൾസിനെ കുറിച്ച് ചോദിച്ചാലും എഴുതാം. പിന്നെ ഓഹരി കടപ്പത്രങ്ങൾ എന്നിവയിലൂടെ പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓഹരി അതായത് ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ, അതായത് സബ്സ്ക്രിപ്ഷൻ അല്ലേ, മിനിമം സബ്സ്ക്രിപ്ഷന്റെ ഭാഗമാണ്. മിനിമം സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ് ഓഹരി കടപ്പത്രങ്ങൾ എന്നിവയിലൂടെ പൊതുജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. ഓക്കെ, ആദ്യം എന്ത് ചെയ്യാം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം പബ്ലിക്കിന്. എന്നിട്ട് എന്ത് ചെയ്യണം, അതിന് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പബ്ലിക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് കമ്പനി അല്ല, പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മിനിമം സബ്സ്ക്രിപ്ഷൻ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.
ഇനി എന്താണ് എക്സ്പ്ലെയിൻ ഇനി 4 സോഴ്സ് ഓഫ് ബോറോഡ് ഫണ്ട് പറയണ്ടല്ലോ. ബോറോഡ് ഫണ്ടിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഡിബെഞ്ചർ, അതുപോലെ എന്താണ് ഡെപ്പോസിറ്റുകൾ, പബ്ലിക് ഡെപ്പോസിറ്റുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ബോറോവിങ്സ്, ബാങ്കിന്റെ അടുത്ത് നിന്നുള്ള ബോറോവിങ്സ്, ഇതൊക്കെയാണ് എഴുതേണ്ടത്. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ്. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, ക്വസ്റ്റ്യൻ പേപ്പർ 4, പാർട്ട് 4 ആണ്. പാർട്ട് 4. Question number 4. See this. ഓക്കെ, 4. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ ആണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത് ക്വസ്റ്റ്യൻ എന്താണ്? Amul started a shop manufacturing unit by investing 30 lakh in a plant. അല്ലെ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് പറയുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. സ്മോൾ ബിസിനസ്, സ്മോൾ ബിസിനസ് ഞാൻ പറഞ്ഞുതരാം ഓരോന്നും. സ്മോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസ്ക്രൈബ് സ്മോൾ ഇൻഡസ്ട്രി ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ പ്ലാൻ ആൻഡ് മിഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പ്ലാന്റ് ആൻഡ് മിഷനറി എത്ര ഉണ്ട് നോക്കിയിട്ടാണ് അത് സ്മോൾ ബിസിനസ് ആണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എങ്ങനെ തീരുമാനിക്കുന്നത്? എന്തുണ്ട് നോക്കിയിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രത്തോളം ഉണ്ട് എന്നുള്ള, പ്ലാന്റും മെഷീനറിയിലും എത്രയാണ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് നോക്കിയിട്ട്. അപ്പൊ അതിന് ഓരോന്നും വ്യത്യാസമുണ്ട്. ഇപ്പൊ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രധാനമായിട്ടും 1 കോടിയിൽ കൂടാൻ പാടില്ല എന്ത്? പ്ലാന്റ് ആൻഡ് മെഷീനറി. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ്, ഫിക്സഡ് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഏത് ഫിക്സഡ് അസറ്റ്? പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് 1 കോടിയിൽ കൂടരുത്. അങ്ങനെ 1 കോടിയിൽ കൂടാത്താണ്, അതായത് 1 കോടിക്ക് താഴെയുള്ള എല്ലാ ബിസിനസ്സും എന്താണ്? 1 കോടിയിൽ കുറവ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള എല്ലാ ബിസിനസ് സ്ഥാപനവും എന്താണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണ്. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. ഇനി എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ, എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവര് എത്ര വരെ? 5 കോടി. 5 കോടിയിൽ താഴെയുള്ളതൊക്കെ എന്താണ്? സ്മോൾ സ്കെയിൽ. ഇനി വേറെ ഉണ്ട് ഓക്സിലറി സ്മോൾ ഇൻഡസ്ട്രി. ഓക്സിലറി സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ 50%, if the industry supply not less than 50% of the product to another industry. വേറൊരു ഇൻഡസ്ട്രിക്കാണ് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. 50%, അതായത് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 50% വേറൊരു ഇൻഡസ്ട്രിക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? ആൻസിലറി സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി എക്സ്പോർട്ട് ഓറിയന്റഡ് ആണെങ്കിൽ 50%, അതായത് അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ 50% എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പോർട്ട് ഓറിയന്റഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണ്. ഇനി വേറെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ എന്റർപ്രണർ, സ്ത്രീ, വിമൻസ് എന്റർപ്രൈസ് ഉണ്ട്. 51% ഷെയറും സ്ത്രീയാണ് ഇറക്കിയിരുന്നുണ്ടെങ്കിൽ അതും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അതുപോലെ ചിനി ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ചിനി ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്നാൽ 25 ലക്ഷത്തിൽ താഴെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, 25 ലക്ഷത്തിൽ താഴെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ചിനി ഇൻഡസ്ട്രി എന്ന് പറയും. 25 ലക്ഷം. ഈ സ്മോൾ സ്കെയിൽ സർവീസ് സെക്ടർ ആണെങ്കിൽ, സർവീസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, സർവീസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. അതെന്താണ്? 10 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ, 10 ലക്ഷത്തിൽ താഴെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൂട്ടാതെ കേട്ടോ. അതുപോലെ മൈക്രോ ബിസിനസ് എന്റർപ്രൈസ്. മൈക്രോ ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ നോക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. Tiny small scale sector. Micro enterprises are those which are invested in a plant and machinery excluding the land and machinery not exceeds 10 lakh. 10 ലക്ഷത്തിന് താഴെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. 10 ലക്ഷത്തിന് മുകളിൽ പോയാൽ ഈ ലെവലിൽ നിന്ന് പോകും. 10 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ അതിന് മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയാം. എന്താണ്? മൈക്രോ ബിസിനസ്. ഇനി വില്ലേജ് ഇൻഡസ്ട്രീസ് ഉണ്ട്.
വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലും പറയുന്നത് എന്ത് തന്നെയാണ്, റൂറൽ ഏരിയസിലായിരിക്കും ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാവുക. റൂറൽ ഏരിയ അർബനും റൂറലും ഇല്ലടാ. റൂറൽ ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയാ, ഫിക്സ്ഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പെർ വർക്കേഴ്സ് ഡസ് നോട്ട് എക്സീഡ്സ് 50,000 ഒരു വർക്കർ മാക്സിമം എത്ര കൊണ്ടുവരാൻ പാടുള്ളൂ, 50,000. ഓക്കെ, അതാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, സ്പെസിഫൈഡ് സെൻട്രൽ ഗവൺമെന്റ് ഫ്രം ദ ടൈം ടു, അത് ഇങ്ങനെ മാറും, ഗവൺമെന്റ് പറഞ്ഞതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. അപ്പൊ 50,000 രൂപയിൽ ഒരാൾ 50,000 കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി കോട്ടേജ് ഇൻഡസ്ട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സിമ്പിൾ എക്യുപ്മെന്റ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, പ്രൈവറ്റ്സ് ഓർഗനൈസ്ഡ് ബൈ ഇൻഡിവിജ്വൽ വിത്ത് പ്രൈവറ്റ് റിസോഴ്സുകളാണ്. ഫാമിലി ലേബേഴ്സ് ആയിരിക്കും. കുടിൽ വ്യവസായം കേട്ടില്ലേ, കുടിൽ വ്യവസായം, അതാണ് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അവ എന്താ പറയുക, സിമ്പിൾ പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കുക. ഓക്കെ, അതും ഇൻഡിജിയസ് ടെക്നോളജിയാണ്. അതായത് ഇപ്പൊ നമ്മൾ ചട്ടി ഇതൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതന്നെ പഴയ രീതിയിൽ ട്രഡീഷണൽ ബിസിനസ്. റൂറൽ ഇതിനെ ആദ്യം വിളിക്കുന്നത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കും കേട്ടോ, ട്രഡീഷണൽ ഇൻഡസ്ട്രി എന്ന് വിളിക്കും. ഇത് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടല്ല, ഈ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അത് എന്താ പറയാ, റൂറൽ ഇൻഡസ്ട്രി ആണ് കോട്ടേജ് ഇൻഡസ്ട്രി ആണോ അല്ലേന്ന് നോക്കുന്നത് കേട്ടോ. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ, 30 ലക്ഷം രൂപ യന്ത്രസാമഗ്രി നിക്ഷേപം നടത്തി ഒരു സോപ്പ് നിർമ്മാണ യൂണിറ്റ്. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു? മൈക്രോ ആണോ, മീഡിയം എന്റർപ്രൈസ് ആണോ, സ്മോൾ എന്റർപ്രൈസ് ആണോ, കോട്ടേജ് എന്റർപ്രൈസ് ആണോ? 30 ലക്ഷം രൂപ യന്ത്രസാമഗ്രികൾ നിക്ഷേപം നടത്തി ഒരു സോപ്പ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു അല്ലെ. 20 ലക്ഷം സിംപ്ലി നമുക്കിപ്പോ എന്ത് പറയാം, സ്മോൾ എന്റർപ്രൈസ് എന്ന് പറയാം. എന്താ സ്മോൾ എന്റർപ്രൈസ്. മൈക്രോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. മൈക്രോയിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 10 താഴെ വേണം, അല്ല 25 താഴെ വരണം. മീഡിയം എന്റർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, സ്മോൾ എന്റർപ്രൈസ്. ഓക്കെ, 1 കോടിന്റെ താഴെ ആണ് താനും, എന്നാൽ എത്രയുണ്ട്, 30 ഉണ്ട് താനും. ഫൈൻഡ് ദ ഓഡ് വൺ. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ, ഹാക്കേഴ്സ്, ചെയിൻ സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ് അല്ലെ. വേറിട്ട് നിൽക്കുന്നത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റൽ, ചെയിൻ സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ്. ഹാക്കേഴ്സ് അല്ലേ, ഹാക്കേഴ്സ് ഇൻഹെറന്റ് ട്രേഡേഴ്സ് ആണ്. ഇൻഹെറന്റ് ട്രേഡേഴ്സിൽ പെടുന്നതാണ്. ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആണ് ഇതൊക്കെ. അല്ല ഇൻഹെറന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ വലുതല്ലേ, ചെയിൻ സ്റ്റോറും വലുതാണ്, സൂപ്പർ മാർക്കറ്റും വലുതാണ്. അപ്പൊ ഇതൊക്കെ ഏതൊക്കെയാണെന്നുള്ളതും കൂടി നോക്കണം, നമുക്ക് പറയാം. ഇന്റേണൽ ട്രേഡിലുള്ള ഭാഗമല്ല ഇത്, ഇന്റേണൽ ട്രേഡ് ആണ് കേട്ടോ. ഇന്റേണൽ ട്രേഡിലുള്ളതാണ്. ഇൻഹെറന്റ് ട്രേഡേഴ്സിൽ ആരൊക്കെ പെടും? ഇൻഹെറന്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് റീറ്റെയിലേഴ്സ് ആണ് ആര്, ഇൻഹെറന്റ് ട്രേഡേഴ്സ്. രണ്ടെണ്ണം ഉണ്ട് പ്രധാനമായിട്ടും ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ്. ഏതൊക്കെയാണ്? ഇൻഹെറന്റ് ട്രേഡേഴ്സും അതുപോലെ തന്നെ എന്താണ്, ഫിക്സ്ഡ് ഷോപ്പ് ട്രേഡേഴ്സ്. ഫിക്സ്ഡ് ഷോപ്പ് ഏതൊക്കെയാണ്? ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആരൊക്കെയാണ്? ഇൻഹെറന്റ് ട്രേഡേഴ്സും ഫിക്സ്ഡ് ഷോപ്പ് ട്രേഡേഴ്സും. ഇൻഹെറന്റ് ട്രേഡേഴ്സിന് നമ്മൾ, അതിന് പ്രത്യേകത എന്താ, ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻഹെറന്റ് ട്രേഡേഴ്സിന്റെ പ്രത്യേകത എന്താ, ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സാധാരണ വെജിറ്റബിൾ, ഫിഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ വെക്കുക. അതിനുള്ള എക്സാമ്പിൾ ഹാക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ്, കാൽനട യാത്രക്കാരും തലയിലേറ്റി കൊണ്ടു നടക്കുന്ന ആളുകൾ. കൊട്ടവണ്ടി എന്ന് പറയുന്നത്. ചീപ്പ് ജാക്സ് എന്താണ്, റെന്റഡ് ഷോപ്പുകളിൽ ഷെഡ് കെട്ടിയിട്ട് എന്ത് ചെയ്യുക, റെന്റഡ് ഷോപ്പുകളോ അല്ലെങ്കിൽ ഷോപ്പ് കെട്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ദീസ് ഷോപ്പ് ആർ നെവർ പെർമനന്റ്. ആര്? ചീപ്പ് ജാക്സ്. ചീപ്പ് ജാക്സ് നമ്മൾ ഈ ഉത്സവങ്ങളിലൊക്കെ കാണൂലേ, ഓരോരോ സമയത്ത്. ഇപ്പൊ ഈ മിഠായി കച്ചവടക്കാരില്ലേ, ചക്കര മിഠായി, അവരൊക്കെ എന്തായും ഓരോ സീസണിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടു. അതാണ് ഉദ്ദേശിച്ചത് എന്ത്, ചീപ്പ് ജാക്സ്. പിന്നെ മാർക്കറ്റ് ട്രേഡേഴ്സ് ഉണ്ട്. മാർക്കറ്റ് ട്രേഡേഴ്സ്, മാർക്കറ്റ് വീക്കിലി ഉള്ള മാർക്കറ്റുകളിലൊക്കെ കച്ചവടം ചെയ്യുന്നത്. മാർക്കറ്റ് ട്രേഡേഴ്സ് ഏതാണ്? ഇൻഹെറന്റ് ട്രേഡേഴ്സ് ആണ്. പിന്നെ സ്ട്രീറ്റ് ട്രേഡേഴ്സ് ഏതാണ്? സ്ട്രീറ്റ് തെരുവ് കച്ചവടക്കാരെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി ഫിക്സ്ഡ് ഷോപ്പുകൾ രണ്ടാമത്തത് ഏത്? ടൈപ്പ് ഓഫ് റീറ്റെയിലേഴ്സിൽ ഫിക്സ്ഡ് ഷോപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ഫിക്സ്ഡ് ഷോപ്പുകളിൽ സ്മോൾ ഷോപ്പ് കീസേഴ്സ് ഉണ്ട്, ജനറൽ സ്റ്റോർ ഉണ്ട്, സിംഗിൾ ലൈൻ സ്റ്റോഴ്സ് ഉണ്ട്, സ്ട്രീറ്റ് ഷോപ്പ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ ഇനി റീറ്റെയിലേഴ്സിൻ്റെത്, ഇനി ലാർജ് റീറ്റെയിലേഴ്സ് ഉണ്ട് കേട്ടോ. ലാർജ് റീറ്റെയിലേഴ്സ്, സ്മോൾ റീറ്റെയിലേഴ്സ് ഉണ്ട്, ലാർജ്. സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ് പറഞ്ഞില്ല, ഏത്? ടൈപ്പ് ഓഫ് ഫിക്സ്ഡ് ഷോപ്പില് അതിൽ തന്നെ എന്തുണ്ട്, ലാർജ് റീറ്റെയിലേഴ്സ് ഉണ്ട്. അതാണ് ഏത് ഞാൻ പറഞ്ഞ ഏത്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. എന്താണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്? ലാർജ് റീറ്റെയിൽ ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് മെനി ഡിപ്പാർട്ട്മെന്റ് ഈച്ച് ഡീലിംഗ് ഇൻ വൺ ഐറ്റം.
ഒരു കുടക്കീലാണ്. പക്ഷെ എന്ത് ചെയ്യും, എന്താണ്, കുറെ ഡിപ്പാർട്ട്മെന്റുകളാക്കി തിരിക്കും ഒന്നിന്റെ ഉള്ളിൽ തന്നെ. അതായത് ഒരു കസ്റ്റമർക്ക് അങ്ങോട്ട് കയറി എല്ലാം കിട്ടും. അതായത് നീഡിൽ ടു എയറോപ്ലെയിൻ വരെ കിട്ടും, മുട്ടുസൂചി മുതൽ എയറോപ്ലെയിൻ വരെ. പക്ഷെ എന്താണ്, ഒക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ് എന്നുള്ളതാണ്. ഓക്കെ, അക്ബർ അലി മുംബൈയിലുള്ള, അതുപോലെ എന്താ കമലയ്യ സ്റ്റോർ, സ്പെൻസർ, ഇതൊക്കെ അതിനുള്ള എക്സാമ്പിൾ ആണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ. പിന്നെ ഇതിൽ തന്നെ വരുന്ന വേറെ ഒന്നാണ് ചെയിൻ സ്റ്റോർ അല്ലെങ്കിൽ മൾട്ടി ഷോപ്സ്. ഏതാണ് ചെയിൻ സ്റ്റോർ ഓർ മൾട്ടി സ്റ്റോർ? ചെയിൻ സ്റ്റോർ എന്ന് പറയുന്നത് എന്താണ്, ലാർജ് റീറ്റെയിലർ ആണ്, ലാർജ് റീറ്റെയിലർ ഷോപ്പാണ്, പെർമനന്റ് ഷോപ്പുകളാണ് ഇതൊക്കെ. ലാർജ് റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മൾട്ടി ഷോപ്പ് ഒന്നും വിളിക്കൂട്ടോ അതിന്. മൾട്ടി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഷോപ്പ് ഓപ്പറേറ്റ് അണ്ടർ സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആണ്, ഡീലിംഗ് ഇൻ സിമിലർ ലൈൻ ഓഫ് ഗുഡ്സ്. ഇപ്പൊ ബാറ്റ ഷൂ, മാവേലി സ്റ്റോർ ഒക്കെ അല്ലേ, ഇതൊക്കെ എന്താണ്, ഒരേ പ്രൊഡക്റ്റ് ആണ് വിൽക്കുക, ഓൺ ലൈൻ ഓഫ് പ്രൊഡക്റ്റ്, ഓൺ ലൈൻ ഓഫ് പ്രൊഡക്റ്റ്. അതിന് നമ്മൾ വിളിക്കുന്നത് ചെയിൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൾട്ടി ഷോപ്പ്. ഇപ്പൊ നമ്മൾ KFC ഒരേ ഫോർമാറ്റ് ഒക്കെ അറിയാം, KFC ചിക്കൻ്റെ ഒക്കെ കടകൾക്ക് വരെ. ഇപ്പൊ വടാപോൺ സ്റ്റോറുകൾ കണ്ടില്ലേ, ഒരേ പിക്ചർ ആയിരിക്കും. ചിക്കിന്നുള്ളത് വരില്ല, ചിക്കിങ്ങിനൊക്കെ ഒരേ ഇതാണെന്നുണ്ടെങ്കിൽ പറ്റും, ഒക്കെ ചെയിൻ സ്റ്റോറിൽ പെടുന്നതാണ്, ഒക്കെ ഒരേ മോഡൽ ആവണം. ത്രിവേണി ഉണ്ടല്ലേ, ത്രിവേണി, അതൊക്കെ ഒരേ മോഡൽ അല്ലേ. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്, അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഒന്നോ രണ്ടോ ലൈൻസ് ഓഫ് പ്രൊഡക്റ്റ് മാത്രമേ ഇവര് വെക്കത്തുള്ളൂ കേട്ടോ. ഇനി അതിൽ പറയേണ്ട വേറൊരു കാര്യം എന്താണ്, ഇനി പറയേണ്ടത് സൂപ്പർ മാർക്കറ്റ് അല്ലേ. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിൽ പോകും എന്തൊക്കെ പറയുന്നത്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ പറഞ്ഞ്, ചെയിൻ സ്റ്റോർ പറഞ്ഞ്, പറഞ്ഞു. സൂപ്പർ മാർക്കറ്റ് പറയാനില്ലേ ഇതിന് സൂപ്പർ മാർക്കറ്റ് കൂടി പറയാം അല്ലെ. അതൊക്കെ എന്താണ്, ലാർജ് റീറ്റെയിലിൽ പെടുന്നതാണ് സൂപ്പർ മാർക്കറ്റ് ഒക്കെ. ഏതാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്? സൂപ്പർ ബസാർ എന്ന് വിളിക്കും. എന്താണ് സൂപ്പർ മാർക്കറ്റ്? ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ടു സെല്ലിംഗ് വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആണ് കൊടുക്കുക. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഡീൽ ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഐറ്റംസ് ഡീൽ ചെയ്യുന്നുണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ. അബ്സെൻസ് ഓഫ് സൂപ്പർ മാർക്കറ്റിൽ ആരുണ്ടാവില്ല, സെയിൽസ്മാൻ ഉണ്ടാവില്ല. നമ്മൾ തന്നെ പോകുന്നു, ഉന്തിയിട്ട് സാധനങ്ങളൊക്കെ എടുക്കും. ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഇതിൽ പ്രത്യേകം കോട്ട് ചെയ്യുന്നത്, സൂപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകം കോട്ട് ചെയ്യേണ്ടത് എന്താണ്? അബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ. അബ്സെൻസ് ഓഫ്, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽഫ് സർവീസ് സ്റ്റോർ. എന്താ വിളിക്കുന്നത്? സെൽഫ് സർവീസ് സ്റ്റോർ. മറക്കോ? സെൽഫ് സർവീസ് സ്റ്റോർ എന്ന് വിളിക്കും. ഓക്കെ, അതിന് കുറെ പ്രത്യേകതകൾ ഉണ്ടല്ലോ. മെയിൻ ഏരിയയിലേക്കാണ് അത്. ഓക്കെ, എല്ലാ ഗുഡ്സും അവിടെ കിട്ടും അല്ലെ, വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് കിട്ടും എന്നുള്ള കുറെ. അതായത് പ്രത്യേകിച്ച് ഇവിടെ എന്തേക്കാരം, സൂപ്പർ മാർക്കറ്റിലൊക്കെ ട്രേഡ് എന്തായിരിക്കും? ക്യാഷ് ട്രേഡ് ആയിരിക്കും, ക്യാഷ് സെയിൽസേ നടക്കത്തുള്ളൂ കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഫ്രീ ഫോർ ഗ്രാൻഡിങ് പെർമിഷൻ ടു യൂസ് ടെക്നോളജി ഓഫ് അനദർ ഫേം ഇൻ എ ഫോറിൻ കൺട്രീസ്. ഒരു വിദേശ രാജ്യത്ത് നിന്ന് കമ്പനിയിൽ നിന്നും അവരുടെ സാങ്കേതികത ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി നൽകുന്ന ഫീസാണ് ഫ്രാഞ്ചൈസി ഫീസ്. എന്താണ് ഫ്രാഞ്ചൈസി? പാറ്റന്റ് ഫ്രാഞ്ചൈസി എന്നൊക്കെ പറയാം. ഫ്രാഞ്ചൈസി എടുക്കാം കേട്ടോ. വെൻഡിങ് മെഷീൻ എന്നൊക്കെ പറയാം. വെൻഡിങ് മെഷീൻ, പുതിയ റെനോവേഷൻസ് ഒക്കെ, കോയിൻ ഓപ്പറേറ്റ്, ഇത്ര പറഞ്ഞാൽ മതി. എന്താ പറയാ? ഫ്രാഞ്ചൈസി അല്ലെ. ഫീ കൊടുക്കുന്ന, അവർക്ക് കൊടുക്കുന്നതാണെന്ത്? ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ റോയൽറ്റി അല്ലെ. എന്താ പറയാ? ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്ന ഫീസ് ആണെന്ത്? റോയൽറ്റി. എന്താണ്? റോയൽറ്റി കേട്ടില്ലേ? ഫ്രാഞ്ചൈസികൾ റോയൽറ്റി കൊടുക്കും ആർക്ക്? ഇങ്ങനെയുള്ള കമ്പനികൾക്ക്, അവർ ഉപയോഗിക്കുന്നത്. ഇനി which is not included in the major export item. ഇന്ത്യയുടെ മേജർ എക്സ്പോർട്ട് ഐറ്റം അല്ലാത്തത് ഓയിൽ ആൻഡ് പെട്രോളിയം അല്ലെ. ടെക്സ്റ്റൈൽസ് ഇന്ത്യ ചെയ്യുന്നുണ്ട്, ജെംസ് ആൻഡ് ജ്വല്ലറി ചെയ്യുന്നുണ്ട്, അതുപോലെ എന്താണ് ബസ്മതി റൈസ്. ഓയിൽ ആൻഡ് പെട്രോളിയം ആണ് കേട്ടോ, ഓയിൽ ആൻഡ് പെട്രോളിയം. ദെൻ അടുത്തത് അഞ്ചാമത്തത്, വാട്ട് ആർ ദ ഡിഫറെന്റ് പാരാമീറ്റർ യൂസ്ഡ് ടു മെഷർ ദ സൈസ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്? എന്താണ് മെയിൻ ആയിട്ട് ഏതാണ് അതിന്റെ മെഷർമെന്റ്? സ്മോൾ സ്കെയിൽ യൂണിറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്?
ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ എന്ത് നോക്കും പ്ലാൻ ആൻഡ് മെഷീനറി എന്താണ് പ്ലാൻ ആൻഡ് മെഷീനറി അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ലിസ്റ്റ് ഔട്ട് എനി ഫോർ സർവീസ് പ്രൊവൈഡ് ബൈ റീറ്റെയിലർ ടു ദ മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്. അതായത് റീറ്റെയിലർ മാനുഫാക്ചേഴ്സിനും ഹോൾസെയിലേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ ഫങ്ഷൻസ് ആണ് റീറ്റെയിലേഴ്സിന്റെ ഫങ്ഷൻസ് പഠിക്കണം. ആരോടുള്ളത്? റീറ്റെയിലേഴ്സിനോട് ഹോൾസെയിലേഴ്സിനോടും ആരോടും മാനുഫാക്ചേഴ്സിനോടും. അറിയണോ? അറിയണ്ടല്ലോ. ക്ലാസ് റൂം ഡിസ്കഷൻ രാജേഷ് എന്താ പറയുന്നത്? ഇന്റേണൽ ട്രേഡും ഇന്റർനാഷണൽ ബിസിനസ്സും ഒരേപോലെയാണെന്നാണ് ചോദിക്കുന്നത്. ഇന്റർനാഷണൽ ട്രേഡും ഇന്റർനാഷണൽ ബിസിനസ്സും സിനോണിമസ് ആണ്. ഡു യു അഗ്രി? വിദേശ വ്യാപാരവും അന്താരാഷ്ട്ര വ്യാപാരവും ഒരേപോലെ തന്നെ അല്ലേ? ഒരേപോലെ തന്നെയാണ് കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ. ഇന്റേണലും എക്സ്റ്റേണലും അല്ലല്ലോ, ആഭ്യന്തരമല്ലല്ലോ. അപ്പൊ അത് എഴുതണം, ഡിഫറൻസ് നോക്കിയാൽ മതി. ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും തമ്മിലുള്ള, അതായത് ഇന്റേണൽ എക്സ്പോർട്ടും അല്ല ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ ഇന്റേണൽസ് മാത്രം എഴുതിയാൽ മതി. സോറി, ഇവിടെ എക്സ്റ്റേണൽ മാത്രം എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഹെറന്റ് ട്രേഡേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെയാണ്. ഹാക്കേഴ്സ്, പെഡലേഴ്സ് ഒക്കെ പറഞ്ഞില്ലേ. അതുപോലെ എന്താണ് ചീപ്പ് ടാക്സ്, അതുപോലെ തന്നെ മാർക്കറ്റ് ട്രേഡേഴ്സ്, ടെന്റുകളൊക്കെ കിട്ടിയിട്ട്. ലിസ്റ്റ് ഔട്ട് 3 അഡ്വാൻറ്റേജസ് ഓഫ് ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫ്രാഞ്ചൈസി എടുക്കുന്നതിന്റെ ഗുണം എന്താണ്? നമുക്ക് നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷീൻസ് കിട്ടും. അവരുടെ ടെക്നോളജി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, അഡ്വർടൈസിങ് കോസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റൂലേ ഫ്രാഞ്ചൈസി എടുക്കുന്നതോടെ. അഡ്വർടൈസ്മെന്റ് ആര് ചെയ്തോളും? ബ്രാൻഡഡ് ചെയ്തോളും. ഇതൊക്കെയാണ് അതിന്റെ ഗുണം അല്ലേ? എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് എനി 3 ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തത്? ഫോർ ഫെസിലിറ്റേറ്റിംഗ് ഫോറിൻ ട്രേഡ് ഇൻ ദ കൺട്രി. ഫോറിൻ ട്രേഡിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണുള്ളത്? ഫോറിൻ ഇൻഡസ്ട്രീസ് ഏതൊക്കെയായിരിക്കും? ഏതൊക്കെയാണോ? അതില് ഒന്ന് നമ്മൾ പറയുന്നത് എന്താ പറയാ, എക്സിം ബാങ്ക് ഇല്ലേ? എക്സിം ബാങ്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. എക്സിം ബാങ്ക് ഫോറിൻ ട്രേഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് എക്സിം ബാങ്കുകളുണ്ട്, കുറെ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, പ്രോഗ്രാമുകൾ കുറെ ഉണ്ട്. ഓക്കെ. എക്സിം ബാങ്ക് കിട്ടില്ലേ? എക്സ്ചേഞ്ച് ബാങ്ക് ആണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. അതുപോലെ തന്നെ ഗവൺമെന്റ് കുറെ ഫോറം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സിം ബാങ്ക് അതുപോലെ തന്നെ എന്താണ് ITPO, അതുപോലെ തന്നെ എന്താ പറയാ, ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ ഉണ്ട്. ഇന്ത്യൻ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോറിൻ ട്രേഡ് പ്രൊമോഷൻസ് ഉണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ഉണ്ട്. സ്റ്റേറ്റ് ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഓർഗനൈസേഷൻ സപ്പോർട്ടുകൾ തരുന്നതാണ് ആർക്ക്? ബിസിനസ് സ്ഥാപനങ്ങൾക്ക്, അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നവർക്ക്. എസ്പെഷ്യലി NGO അല്ലേ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കിട്ടിയ WTO എഴുതാം, എക്സിം ബാങ്ക് എഴുതാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ റോൾ ഓഫ് സ്മോൾ ബിസിനസ്. നിർബന്ധമായിട്ടും പഠിക്കാം. ബിസിനസ് സ്ഥാപനത്തിന്റെ സ്മോൾ സ്കെയിൽ ബിസിനസിന്റെ റോൾ എന്താണ് എന്നുള്ളത്. ഇന്ത്യയിൽ ഫങ്ഷൻസ് ആണ് എഴുതേണ്ടത്. ഓക്കെ. സ്മോൾ സ്കെയിൽ ബിസിനസിന്റെ റോൾ ഓഫ് സ്മോൾ സ്കെയിൽ ബിസിനസ് എന്താണ്? ഒന്ന് എന്ത് ചെയ്യാ, എന്തൊക്കെ എഴുതാം? ഫിനാൻസ്, റോ മെറ്റീരിയൽസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഒന്ന് പറയാം, 95% എന്ത് തന്നെയാണ് ബിസിനസ്സിന് ഇൻകം, ലോകത്ത് ഇൻകം കിട്ടുന്ന ആരാണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. അപ്പൊ അത് നിങ്ങളെ ബുക്കിലുണ്ട്, റോൾ ഓഫ് ബിസിനസ്. ഓക്കെ. റോൾ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ. നോട്ട് വേണമെങ്കിൽ ഞാൻ തരും. ഓക്കെ. ദിനേശ് അതന്നല്ല അടുത്ത്. ഡിസ്കസ് അന്താരാഷ്ട്ര നാണയവിനിമയ വിവിധ ലക്ഷ്യങ്ങളും കർത്തവ്യങ്ങളും ചർച്ച ചെയ്യാം. ഒന്നും വേണമെന്നില്ല, മോണിറ്ററി പോളിസിന്റെ ഭാഗമാണ്. അവിടെ
ദിനേശ് റിവേഴ്സ് കോട്ടൺ ഷർട്ടുകൾ എന്താണ് ബഹ്റൈനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് കൊണ്ട് അനുവർത്തിക്കേണ്ട നടപടിക്രമങ്ങൾ. എക്സ്പോർട്ട് പ്രോസസ്സാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രോസസ്സുകളുണ്ട്. എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും പ്രോസസ്സുകൾ, സ്റ്റെപ്സ്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് ഉദ്ദേശിച്ചത്. എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ടല്ലോ. സ്റ്റെപ്സ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് പറയാം നേരം. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉണ്ടാവും എക്സ്പോർട്ട് ട്രേഡ്സ്. ഒന്ന് ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പറയാം. ഇന്റർനാഷണൽ ട്രേഡില് അല്ലെ എക്സ്പോർട്ട് പ്രൊസീജിയർ ഉണ്ട്, ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഏതെങ്കിലും ഒന്ന് പഠിക്കുക. നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നത് എന്താണ്? എക്സ്പോർട്ട് അല്ലേ, കയറ്റുമതി അല്ലേ? അപ്പൊ എക്സ്പോർട്ട് പ്രൊസീജിയർ പഠിക്കാം. എക്സ്പോർട്ട് പ്രൊസീജിയർ ഏകദേശം 17 ഉണ്ട് കേട്ടോ. അപ്പൊ അത് പഠിക്കുക. എന്താണ്? റിസിപ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻസ്, റിസിപ്റ്റ് ഓഫ് ഓർഡർ ഓർ ഇന്റന്റ്, അസംബ്ലിംഗ് ഓഫ് ഇമ്പോർട്ടർ ക്രെഡിറ്റ്, ഒബ്ലിഗേഷൻ ഓഫ് എക്സ്പോർട്ട് ലൈസൻസ്, ഒബ്റ്റെയിനിങ് ഷിപ്മെന്റ് ഫിനാൻസ്. ഏകദേശം 15 ഉണ്ട് കേട്ടോ. അപ്പൊ അത് പഠിക്കണം. എക്സ്പോർട്ട് പ്രൊസീജിയർ പഠിക്കണം. വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വിശദീകരിച്ചാൽ മതി. ഇത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ല, അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. പക്ഷെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ വിശദീകരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയർ നിർബന്ധമായിട്ട് പഠിക്കുക. ഇമ്പോർട്ട് പ്രൊസീജിയറും പഠിക്കുക, എക്സ്പോർട്ട് പ്രൊസീജിയറും പഠിക്കുക. ലാസ്റ്റ് പോർഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബിൽ ഓഫ് ലാഡിങ് എന്താന്ന് ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇന്റന്റ് എന്താ, ഇന്റന്റ് നോക്കാം. ബിൽ ഓഫ് ലാഡിങ് പഠിക്കുക. പിന്നെ ഇവിടെ ചോദിക്കുന്നത് സൂപ്പർ മാർക്കറ്റിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാ, അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിലും പഠിക്കാം. ഓക്കെ, ഇനി ഞാൻ അതിൽ പറയാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഷോപ്പ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ പ്രത്യേക ഷോപ്പ് ആവശ്യമില്ലാത്തത് ആർക്കാണ്? ഇതിൽ പ്രത്യേക ഷോപ്പ് വേണ്ടാത്തത് മെയിൻ ഓർഡർ ഹൗസസ് കിട്ടുന്നു. മെയിൽ ഓർഡർ ഹൗസസ് എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഓഫീസ് വഴി നടക്കുന്നത് ബൈങ് ആൻഡ് സെല്ലിങ് നടക്കുക. പോസ്റ്റ് ഓഫീസ്, മെയിൽ ഓർഡർ ഹൗസസ്, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. മെയിൽ ഓർഡർ ഹൗസസിൽ ഫുൾ ഫോമുകൾ കുറച്ചൊന്നും പറയുന്നുണ്ടാവും മെയിൽ ഓർഡർ ഹൗസിന്റെ കേസ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കാം. മെയിൽ ഓർഡർ ഹൗസിന്റെ കേസ് ഒന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കാം. പിന്നെന്താണ് വെണ്ടർ മെഷീൻ കോയിൻ ഇട്ടിട്ട് ഇപ്പൊ നമ്മളെ തൂക്കൊക്കെ നോക്കൂലേ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ ഒരേ പ്രൈസിലുള്ള സാധനങ്ങൾ, ഇപ്പൊ പത്രം പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പത്രം മെഷീൻ തരും. പാല് വെൻഡിങ് മെഷീൻ. കോയിനൊക്കെ ഇട്ടാൽ നമ്മളെ തൂക്ക് നോക്കുന്നില്ല. ഓക്കെ, ഇന്റർനെറ്റ് ഷോപ്പിങ്ങിന് എന്ത് വേണ്ട? ഷോപ്പ് വേണം. ഉണ്ടാവും. ഇന്റർനെറ്റ് ഷോപ്പിംഗ് വേണം. ഇന്റർനെറ്റ് ഷോപ്പിങ്ങിൽ ഇത് വേണം, ഷോപ്പ് വേണം, പ്രത്യേക ഷോപ്പ് വേണം. അപ്പൊ ആൾ ഓഫ് ദീസ് ആണ് കേട്ടോ. അപ്പൊ അതും ജസ്റ്റ് നോക്കുക. ഒരു ക്വസ്റ്റ്യനും ആൻസറും കൂടിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഔട്ട്സോഴ്സിംഗ് ഓഫ് പ്രൊഡക്ഷൻ, സം കമ്പണൻസ് ഓഫ് ലോക്കൽ പ്രൊഡക്റ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. നോക്കുക, ഔട്ട്സോഴ്സിംഗ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സം കമ്പണൻസ്. എന്താ പറയാ? ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, കോൺട്രാക്ട് മാനുഫാക്ചറിങ്, ജോയിന്റ് വെഞ്ചർ, ഹോളി ഓൺഡ് സബ്സിഡറി. വിദേശങ്ങളിൽ നിന്നും പ്രദേശ ഉൽപാദകർക്ക് വിവിധ ഘടകങ്ങളുടെ ഉൽപാദനം തുറങ്കരാർ കൊടുക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ലൈസൻസിങ് കേട്ടോ. എന്താണ്? അല്ല സോറി, കോൺട്രാക്ട് മാനുഫാക്ചറിങ്. എന്താണ്? കോൺട്രാക്ട് പറയണ്ടല്ലോ. കോൺട്രാക്ട് മാനുഫാക്ചറിങ്. എക്സ്പോർട്ട് ക്യാൻ ബി ഗെറ്റ് ഡെപ്റ്റ് ഓൺ ദ ബേസ് ഓഫ്. ഒരു കയറ്റുമതിക്കാരന് വായ്പ ലഭിക്കാൻ ഈട് നൽകേണ്ട രേഖ ഏതാണ്? ഈട് നൽകേണ്ടത് കയറ്റുമതി. ബിൽ ഓഫ് ലാഡിങ് എന്താന്ന് നോക്കിക്കോളൂ. ബിൽ ഓഫ് ലാഡിങ് ബിൽ ഓഫ് ലാഡിങ് എന്ന് പറഞ്ഞാല് എക്സ്പോർട്ടർ അല്ലെങ്കിൽ C&F ഏജന്റ് എന്ത് ചെയ്യും? അവരുടെ റെസിപ്റ്റ് എവിടെ കൊടുക്കും? ടു ഷോപ്പിംഗ് കമ്പനി ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഫ്ലൈറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ.
ഈ ഫ്ലൈറ്റ് എത്രയാണെന്നൊക്കെ കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഷിപ്പിംഗ് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒന്നാണെന്ന് പറയുന്നത് ബിൽ ഓഫ് ലാഡിംഗ്. It is an evidence that a shipping company has goods for carrying. In the case of goods are being spent by air, the document is called airway bill. ബിൽ ഓഫ് ലാഡിംഗ് എന്ന് പറഞ്ഞാൽ എയർവേ ബില്ല് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നതാണ്, ഫ്ലൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഫ്ലൈറ്റ് അറിയില്ല, ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കപ്പൽ മാർഗം ഫ്ലൈറ്റ് മാർഗം കൊണ്ടുപോകും. ഫ്ലൈറ്റ് മാർഗം കൊണ്ടുപോകുമ്പോൾ ഇതിന് ബിൽ ഓഫ് ലാഡിംഗ് എന്നല്ല പറയാം. കപ്പൽ മാർഗം കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഷിപ്പിംഗ് കമ്പനി എന്ത് ചെയ്യും, ഒരു ബിൽ ഓഫ് ലാഡിംഗ് ഇഷ്യൂ ചെയ്യും. അതായത് ഇതൊരു എവിഡൻസ് ആണെന്ത്, കമ്പനി കൊണ്ടുപോണ, അതായത് ഷിപ്പിൽ കൊണ്ടുപോണ ഗുഡ്സിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള, കമ്പനി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം വരും. അപ്പൊ ഫ്ലൈറ്റിലാണെങ്കിൽ അതെന്തായി, എയർവേ ബില്ലായി. ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൽ എന്താ ചോദിക്കുന്നത്, ഷിപ്പിംഗ് ഓർഡർ അല്ലെ. ഷിപ്പിംഗ് ഓർഡർ എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ഫേം അപ്ലൈ ടു ഷിപ്പിംഗ് കമ്പനി ഫോർ ദ പ്രൊവിഷൻസ് ഓഫ് ഷിപ്പിംഗ് സ്പേസ്. അതായത് ഷിപ്പിംഗ് കമ്പനിയോട് ഞങ്ങൾക്ക് ഇത്ര സ്പേസ് വേണം എന്നുള്ള ഒരു എൻക്വയറി നടത്തണം. അപ്പൊ ഇത് സർട്ടിഫിക്കറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫോർ ദ ട്രേഡ് വൺസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ദ ആപ്ലിക്കേഷൻ. അതായത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഷിപ്പിംഗ് കമ്പനിയോട് ഞങ്ങൾക്ക് ഇത്ര സ്പേസ് വേണമെന്ന് പറയും. അപ്പൊ അത് അംഗീകരിച്ചിക്കണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഷിപ്പിംഗ് കമ്പനി നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡോക്യുമെന്റ് തരും. ഷിപ്പിംഗ് കമ്പനി നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതാണെന്ന് പറയുന്നത് ഷിപ്പിംഗ് ഓർഡർ. ഷിപ്പിംഗ് അതായത് ഷിപ്പിൽ ഇത്ര സ്പേസ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തരുന്ന ഓർഡർ ആണ് ഷിപ്പിംഗ് ഓർഡർ. ഓക്കെ, ഷിപ്പിംഗ് ഓർഡർ കിട്ടി, ബിൽ ഓഫ് ലാഡിംഗ് കിട്ടില്ല. ഇനി എന്താ പറയാനുള്ളത്, ഇനി ഇൻഷുറൻസ്. ഇതിൽ നമ്മൾ ആൻസർ ഏതാ വരിക, മാറ്റ് റിസിപ്റ്റ് ആണ്. എന്താണ്, ഒരു കയറ്റുമതി വായ്പ ലഭിക്കാൻ ഈട് നൽകേണ്ട രേഖയാണ് എന്ന് പറയുന്നത് മാറ്റ് റിസിപ്റ്റ് എന്ന് പറയുന്നത്. മാറ്റ് ലെറ്റർ ഓഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതിനുള്ള തെളിവാണ് ലെറ്റർ ഓഫ് റിസിപ്റ്റ് എന്ന് പറയുന്നത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ല, ശരിക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നാ പറയാം. ഗ്യാരണ്ടി ഇൻഷുറൻസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വരുന്നുണ്ടല്ലോ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് ശരിക്കും വരേണ്ടത്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് ശരിക്കും വരേണ്ടത് കേട്ടോ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് ഇതിന്റെ ആൻസർ വരേണ്ടത് കേട്ടോ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. It is a guarantee issued by the importer's bank that it will honor the payment up to the certain amount of export bill to be the bank of export. Okay, come to next point. Okay, come to. ഇനി ചെറുകിട ബിസിനസ് സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഏതെങ്കിലും 4 സ്ഥാപനങ്ങൾ എഴുതി കൂടെ? എന്താണ്, നബാർഡ്, സിഡ്ബി, ഓക്കെ, കണ്ടുപോയിട്ടേ. പിന്നെ അടുത്ത ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ അതിൽ പറയാൻ. പ്രത്യേകിച്ച് സെല്ലിംഗ് ത്രൂ പോസ്റ്റ് ഓഫീസ് അല്ലേ, പോസ്റ്റ് ഓഫീസ് അതാണല്ലോ നമ്മൾ ഏത് പറഞ്ഞത്, അതിനെയാണ് എന്താ വിളിക്കുന്നത്, പറഞ്ഞല്ലേ, പോസ്റ്റ് ഓഫീസ് വഴി സെയിൽ ചെയ്യുന്നത് VPP എന്നാണ്.
വാല്യൂ ബൈ പോസ്റ്റ് VPP. ഓക്കെ ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. വേറെ ആരാണ്ടോ? ശ്രീരാജ്. ഇതിന്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.